പ്രതികരിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ട് നമുക്കൊരു ബോധ്യം ഒരു ഓർമ്മ ഉണ്ടല്ലോ പോലെ തോന്നും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് വ്യൂ ആരെങ്കിലും ഒരാളൊന്ന് അവതരിപ്പിക്കൂ. ഇതൊക്കെ പറഞ്ഞത്. അത് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞോ? ഏതൊക്കെയാ ഞാൻ പറയാം. അപ്പൊ ഓക്കെ, ഞാൻ പറയാം. ഫുള്ള് വരണമെന്ന് പറഞ്ഞാൽ ഏതൊക്കെ അറിയേണ്ടതല്ലേ. പിന്നെ നമ്മള് നേരത്തെ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഹാദ, ഹാദിഹി, ദാലിക്ക, തിൽക്ക, ഇങ്ങനെ 3-4 കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് ദാലിക്ക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു സാധനത്തെ, ദൂരത്തുള്ള ഒരു സാധനത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നതാണ് ദാലിക്ക. അതുപോലെ തന്നെ തിൽക്ക, അതുപോലെ തന്നെ അടുത്തുള്ളതിന് ഹാദ, ഹാദിഹി എന്നൊക്കെ പറയും. മലയാളത്തിൽ അവൻ, ഇവൻ, ഇത്, അത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് നേരത്തെ പഠിച്ചു. അതേ സമയത്ത് അറബിയിൽ അതിന് ഇഷാറത്തിന്റെ ഇസ്മ എന്നാണ് അതിന് അറബിയിൽ പറയുക. ഇഷാറത്തിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി, ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അത് അവൻ, ആ കാണുന്ന, ആ കുട്ടി, ആ മരം, ആ പുസ്തകം എന്നൊക്കെ ഒരു സാധനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് നമ്മളൊരു പ്രോണൗണായിട്ട് അഥവാ ഒരു സർവനാമമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അറബിയിൽ ഹുവ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അറബിയിലെ തുടക്കത്തിൽ കുറച്ചൊരു പ്രയാസം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളിൽ പെട്ടാണ് മുദക്കർ, മുഹന്നസ്. മുദക്കർ, മുഹന്നസ് അറിയാലോ, പുല്ലിംഗം, സ്ത്രീലിംഗം, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഈ 4-5 കാര്യങ്ങള് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയണമെങ്കിൽ അത് വളരെയേറെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അടുത്ത ഒരാഴ്ചന്റെ ടൈം ഉണ്ടല്ലോ, ഒരാഴ്ചന്റെ ഉള്ളിൽ നമ്മൾ നിർബന്ധമായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കണം വരുന്നത്. അല്ല എന്നാല് പിന്നെയും ആദ്യം പറഞ്ഞ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അവൻ എന്ന് ഒരാളെ കുറിച്ച് ഒരു സർവനാമമായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കൊണ്ട് ആ കാണുന്ന അവൻ എന്ന് പറയാൻ വേണ്ടിയല്ല. നമ്മളിപ്പോ ഒരാളെ കുറിച്ച് പറയാനിപ്പോ അവൻ എന്നും ആവാം, അയാളെന്നാവാം, അദ്ദേഹം എന്നാവാം. മലയാളത്തില് വ്യത്യസ്തമായ രീതിയിൽ പറയാറുണ്ടല്ലോ. അതിനൊക്കെ അറബിയിൽ ഹുവ എന്ന് തന്നെ പറയാം. ഇനി ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിലും അപ്പോൾ നമ്മൾ ഹുവ എന്ന് പറയും. അത് ആ കാണുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ ഏതൊരു കിതാബിനെ കുറിച്ച് പറയാണ് ഹുവ, ആ കിതാബ്. അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറയാണ് ഹുവ, അയാള്. അല്ലെങ്കിൽ ഒരു വലിയ കാര്യപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പറയാം ഹുവ, അദ്ദേഹം. അല്ലെങ്കിൽ അത്ര വലിയ കാര്യപ്പെട്ട വ്യക്തി ഒന്നുമില്ല, അപ്പൊ നമുക്ക് ഹുവ, അവൻ, അവന്റെ കഥ എന്താ, ഒരാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അപ്പൊ അവൻ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് 14 സ്വീകകള്. 14 ഫുള്ളായിട്ടുണ്ടാവില്ല, ഒരു 13 സ്വീക, 13 12 സ്വീകകൾ ഉണ്ടാവും. ഞാൻ പറയാം. അവൻ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വാക്ക് ഏതാണ്? ഹുവ അല്ലെ. ഹുവ. 2 ആളുകൾ ഉണ്ടെങ്കിൽ അവർ 2 ആളെന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച ഏതാണ്? ഹുമ. ഹുമ അല്ലെ, ഓർമ്മ ഉണ്ടല്ലോ. ഇനി 2-ലധികം ഉണ്ട്. ഇതൊക്കെ ആണുങ്ങളെ കുറിച്ച് മാത്രം കേട്ടോ. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ മുദക്കറായ പദങ്ങളൊക്കെ, അതായത് ഒരു സാധനത്തെ കുറിച്ച് ഇപ്പൊ കലമുൻ, കലമുൻ അല്ലെങ്കിൽ കിതാബുൻ എന്നൊക്കെ പറഞ്ഞാൽ മുദക്കറായ സ്വീകയാണ്, അല്ലെങ്കിൽ മുദക്കറായ ഒരു പദമാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ ഹുവയിൽ ഉൾപ്പെടുത്തും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആണുങ്ങൾ എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ അർത്ഥത്തിൽ അതൊക്കെ പെടും. ഓക്കെ, അപ്പോ ഹുവ, ഹുമ. ഇനി 2-ലധികം ആളുകൾ ഉണ്ടെങ്കിൽ ഹും അല്ലെ, ഹും. അതെ. ഇനി പെണ്ണാണെങ്കിലോ ഹിയ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ ഹുമ എന്ന് പറയും അല്ലെ. അപ്പൊ 2 ആളാകുമ്പോ ഒരാള് ഓണാക്കി. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാനോ കൂടെ പറയാനോ അല്ലാത്ത സന്ദർഭത്തിൽ പിന്നെ മ്യൂട്ടാക്കി വെക്കണേ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ സംശയം ചോദിക്കുകയാണോ, ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, സംശയം ചോദിക്കുകയാണോ എന്ന് കരുതിയിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കും. പിന്നെ അത് നമ്മളെ സംശയം ആവില്ല, നിങ്ങൾ വേറെന്തോ ആണ് ഉച്ചത്തെ കാര്യങ്ങൾ പറയായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ പേരിലുള്ള സമയം പോയിപ്പോ. ഓക്കെ, അപ്പോ പിന്നെ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ പറയാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഓഫാക്കി വെക്കണം. വീട്ടിലൊക്കെ ആകുമ്പോൾ കുട്ടികളും അച്ഛനും വീട്ടിൽ ആളോടെ ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മളോടാണ് സംസാരിക്കുന്നത് തെറ്റിദ്ധരിച്ചുള്ള സമയം കുറച്ച് പോകും. ഓക്കെ, നമ്മൾ പറഞ്ഞത് അപ്പൊ 2 ആളാകുമ്പോ ആണായാലും പെണ്ണായാലും ഒരേപോലെ ഹുമ എന്നാണ്. 2 ആണുങ്ങളെ കുറിച്ച് പറയുമ്പോഴും 2 പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഹുമ എന്നാണ് പറയാ. പെണ്ണുങ്ങൾ ആണുങ്ങളെന്ന് മാത്രമല്ല, മുഹന്നസായ മുദക്കറായ ഈ 2 പദത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഹുമ എന്ന് തന്നെ ഉപയോഗിക്കുന്നത്. അതേസമയത്ത് മുഹന്നസ് ജം ആണെങ്കിൽ അഥവാ
രണ്ടിലധികം ആളുണ്ടെങ്കിൽ എന്ത് പറയും? ഹും ഹും എന്നുള്ളത് ഹും എന്നുള്ളത് ഹുന്ന ഹും എന്നുള്ളത് ഹും എന്നുള്ളത് നമ്മൾ രണ്ടിലധികമുള്ള പുരുഷന്മാർക്ക് അല്ലെങ്കിൽ മുഅന്നസായ മുദക്കറായ ഒരു ലഫ്ദിന് വേണ്ടിയല്ല നമ്മൾ പറയാം. ഓക്കെ. എന്ന് മാത്രല്ല ഹും എന്നുള്ള വാക്കൊക്കെ പലപ്പോഴും പ്രയോഗിക്കല് പിന്നെ അഥവാ പിന്നെ മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്. പിന്നെ മനുഷ്യന്മാരല്ലാത്തതിനെ കുറിച്ച് ചിലപ്പോഴൊക്കെ അപൂർവം ചില സന്ദർഭത്തിലൊക്കെ ഹും അല്ലെങ്കിൽ ഹുന്ന എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിലും സാധാരണഗതിയിൽ പിന്നെ ഹും എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഹുന്ന എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് അത് എന്താ പറയാ മനുഷ്യന്മാരെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. ബാക്കിയൊക്കെ ഹിയ അല്ലെങ്കിൽ ഹുവ എന്ന വാക്കിൽ മാത്രം ഒതുങ്ങലാണ്. ഹുവയിൽ ഒതുങ്ങല്ല, ഹിയയിലാണ് ഒതുങ്ങുന്നത്. ഓക്കെ. അപ്പോ പിന്നെ രണ്ടിലധികം ഉണ്ടെങ്കിൽ ഹുന്ന എന്ന് പറയും. അതും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ഒരാളോട് നേരിട്ട് നീ എന്ന് സംബോധന ചെയ്യണം. യു ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, യു, തും, തു, ആപ് എന്നൊക്കെ അറബിയിൽ അല്ല ഉറുദുവിൽ നമ്മൾ പറയുന്ന വാക്ക്. അത് അറബിയിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അന്ത അല്ലെ? രണ്ടാളാണെങ്കിൽ അൻതുമാ, രണ്ടിലധികം ഉണ്ടെങ്കിൽ അന്തും അല്ലെ? ഇതൊക്കെ നമ്മള് ജുംലയിൽ പ്രയോഗിച്ച് കഴിഞ്ഞ പ്രാവശ്യം വിശദമായിട്ട് പഠിച്ചാലേന്നോ? ഓക്കെ ഓക്കെ, അതുവരെ പഠിച്ചു. പിന്നെ ഇനി പെണ്ണിനോടാണെങ്കിലോ? അൻതി അന്തി എന്ന് പറയും. ഇത് നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞത് പറയാണോ അതോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കാൻ കാരണം നമ്മളെ കൂട്ടത്തിൽ ഇത് പറഞ്ഞില്ല. ഓക്കെ ഓക്കെ. കാരണം ഞാനത് അത്രേ പറഞ്ഞല്ലേ. ഓക്കെ. അത് നമ്മൾ ഈ കാരണം ചില ആളുകൾ നേരത്തെ പഠിച്ച ആളുകൾ ഉണ്ടാവും, ആദ്യ കോഴ്സ് കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും, ചില ഇതിൽ വേറെ ദർശനമൊക്കെ വന്ന ആളുകൾ, അങ്ങനത്തെ കുറച്ച് പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവും, ഒന്നും പഠിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയുമ്പോൾ ഞാൻ കരുതി കണക്കൂട്ട് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ പറഞ്ഞതെന്നുള്ളത് ഇപ്പൊ എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ടായിക്കൊള്ളില്ല. അപ്പോ കാരണം ഇത് വ്യത്യസ്തമായ ക്ലാസ്സുകൾ ഞാൻ എടുക്കാറുള്ളതുകൊണ്ട് അതൊക്കെ എന്തൊക്കെയായിരുന്നു പറയുന്നത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായി. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയുമ്പോൾ ഞാൻ കണക്കൂട്ട് അതൊക്കെ ഞാൻ പഠിപ്പിച്ചു പോയതാണ്. അപ്പൊ അറിയാത്ത ആളുകൾ ഉടച്ചോനെ എന്നുള്ളത് മേലോട്ട് നോക്കുന്ന അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഹുവയും ഹുമായും ഹുന്നയും അല്ല ഹും മാത്രം പഠിച്ചു അല്ലെ? അത്രേ പഠിച്ചോളൂ. ഓക്കെ. ഇനി നമുക്ക് നല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കാം. അവൾ എന്നിപ്പോ നമുക്കൊരു ഉദാഹരണം പറയാം. ഞാൻ പറയാണ് പിന്നെ ഒരു ഫാത്തിമ, ഏതോ ഒരു ഫാത്തിമയെ കുറിച്ച് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഫാത്തിമയെ കുറിച്ച് സംസാരിക്കണ്ട, പിന്നെ ഏതോ ഫാത്തിമയെ കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ എൻ്റെ ഉമ്മയെ കുറിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ ഉമ്മ വളരെ പ്രായം ചെന്ന ഒരാളാണ്. അവര് രോഗിയാണ്. അവര് ഞാൻ അങ്ങനെ അവരെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ശ്രദ്ധിക്കണേ. എൻ്റെ ഉമ്മക്ക് വളരെ പ്രായമുള്ള ആളാണ്. എൻ്റെ ഉമ്മ അവര് രോഗിയാണ്. അവർക്ക് പിന്നെ എന്താ പറയാ പിന്നെ അവരൊരു ടീച്ചറാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോവാണ് ഞാൻ. അപ്പൊ അതൊന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഉമ്മ വളരെ പ്രായം ചെന്ന ഒരാളാണ്. പ്രായം ചെന്ന ആൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് മുസിന്നത്ത് എന്ന് പറയട്ടെ. മുസിന്നത്ത് എന്ന് പറഞ്ഞാല് ഷെയ്ഖത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഷെയ്ഖ എന്ന് പറഞ്ഞാല് ഷെയ്ഖ എന്നൊക്കെ വാക്കൊക്കെ പൊതുവെ പ്രായം ചെന്ന ആളിന് അർത്ഥത്തിൽ പറയാറുണ്ടെങ്കിലും പൊതുവെ നമ്മൾ അറബിയിലൊക്കെ ഷെയ്ഖ് എന്നൊക്കെ ഒരാളെ പറ്റി ഒരു ഉസ്താദ് എന്ന അർത്ഥത്തിലും ചിലപ്പോൾ ഒരു കാര്യപ്പെട്ട ഒരാളെ നമുക്ക് ഷെയ്ഖ് എന്നൊക്കെ പറയാറുണ്ട്. അറബികളെ പൊതുവെ ഷെയ്ഖുമാരെ എന്ന് വിളിക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഷെയ്ഖ് എന്നുള്ള വാക്ക് മാറ്റി മുസിന്ന് എന്ന് പറയും. മുസിന്ന്, മീന് സീന് ഓ എങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോളൂ. ഞാൻ പറയാ, എൻ്റെ ഉമ്മ വളരെ മുസിന്നത്താണ്. മുസിന്നത്ത് എന്ന് പറഞ്ഞാൽ മുസിന്ന എന്ന ആളിനെ പറ്റി പറയാം. എൻ്റെ ഉമ്മ വളരെ പ്രായം ചെന്ന ആളാണ്. അവരൊരു ടീച്ചറാണ്. അവരിപ്പോൾ ഒരു രോഗിയാണ്. മക്കളെ അങ്ങനെ പറയാം. മകൻ രോഗമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഉദാഹരണം പറയാണ്. രോഗിയാണ്. എങ്ങനെ പറയാം? നമുക്കൊന്ന് അറബിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയാ. ആരെങ്കിലും ഒരാള് പറഞ്ഞു. അല്ല, നമുക്ക് ഫസ്റ്റ് തന്നെ ഹിയ മുസന്നത്ത് എന്ന് പറഞ്ഞാൽ ആരും ഫസ്റ്റ് എൻ്റെ ഉമ്മയെ കുറിച്ച് ഉമ്മി. ഫസ്റ്റ് അല്ല, അതവിടെ കേട്ടോ. ഫസ്റ്റ് ഹിയ പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പറയും? എൻ്റെ ഉമ്മ വളരെ പ്രായം ചെന്ന ആളാണ്. ഓക്കെ.
ഉമ്മി മുസ്ലിമത്തുൻ. ഉമ്മി ഉമ്മി. മുസ്ലിമത്തുൻ. ഇനി എന്റെ ഉപ്പയാണെന്ന് ഉപ്പയെ കുറിച്ച് പറഞ്ഞെങ്കിലോ അബി അബി മുസിന്നുൻ എന്ന് പറയുന്നത്, മുസിന്നത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അബി മുസിന്നുൻ, മുസിന്നുൻ, മുസിന്നുൻ. ഇനി പ്രായം ചെന്ന ആള് എന്ന് വേറെ കുറെ വാക്കുകളുണ്ട്, തൽക്കാലം ഇത് പഠിച്ചാൽ മതി. കാരണം ഓക്കെ, അബി ഉമ്മി മുസിന്നത്തുൻ. ഇനി നമ്മൾ പറയണത് ഇനി എന്റെ ഉമ്മക്ക് പ്രായമുണ്ട്, എന്റെ ഉമ്മ അത് ടീച്ചറാണ്. സീന പുള്ളിയുള്ള ഷീ അല്ല, ആണോ? പുള്ളില്ലാത്ത മീമ് സീന്, പുള്ളില്ലാത്ത സീന്. ഓക്കെ, അപ്പൊ എന്റെ ഉമ്മ പിന്നെ പ്രായം ചെന്ന ആളാണ്, എന്റെ ഉമ്മ രോഗിയാണ്, എന്റെ ഉമ്മ ടീച്ചറാണ്, എന്റെ ഉമ്മ അങ്ങനെയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും എന്റെ ഉമ്മ എന്നിങ്ങനെ പറഞ്ഞു ആവശ്യമില്ല. ഇനിയിപ്പോ നമ്മൾ പറയുമ്പോ മലയാളത്തിലാണെങ്കിലും അറബിയിലാണെങ്കിലും അവർ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് പറഞ്ഞോളൂ. അവര് ഒരു ടീച്ചറാണ്. ഹിയ മുഅല്ലിമത്തുൻ. ഹിയ മുഅല്ലിമത്തുൻ അല്ലെങ്കിൽ ഹിയ മുദർരിസത്തുൻ. അവര് രോഗിയാണ്. ഹിയ മരിയത്തുൻ. അവര് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോ മുസ്തഷ്ഫ എന്ന് പറയാം. ഹോസ്പിറ്റലിൽ എന്നെങ്ങനെ പറയാൻ അറിയാം? ഫിൽ മുസ്തഷ്ഫ. ഫിൽ മുസ്തഷ്ഫ. ഹോസ്പിറ്റലിൽ എന്ന് പറയാൻ വേണ്ടി ഫിൽ മുസ്തഷ്ഫ ഫീ കൂട്ടി വിട്ടാൽ മതി. പുതിയ അറിയാത്ത ആള് ഫീ എന്ന് പറയേണ്ടതും മിൻ എന്ന് പറയേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അത് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഫീ എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, ഒരു കാര്യം പറയാം. അത് 100% കണ്ടീഷൻ ഒന്നല്ല, എന്നാലും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമുക്ക് മലയാളത്തിൽ ടിൽ എന്ന് പറയുന്ന അർത്ഥമുണ്ട്. ഇപ്പൊ മേശയിൽ, അല്ലെങ്കിൽ പിന്നെ കോഴിക്കോടിൽ എന്ന് നമ്മൾ പറയുന്നത് കോഴിക്കോട്. അങ്ങനെ നമുക്ക് ഒരു സാധനത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ, സ്കൂളിൽ, പള്ളിയിൽ, ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇൽ എന്ന് പറഞ്ഞ ഇൻ എന്ന് ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഫീ ഉപയോഗിക്കുന്നത്. ഫീ ഉപയോഗിക്കാം. മിൻ പിന്നെ വേറെ പല സാഹചര്യങ്ങൾ ഉപയോഗിക്കും. അത് പിന്നെ കുറച്ചങ്ങനെ വായനാശീലത്തിലും കുറച്ചൊരു അറബിയിലേക്ക് കൊണ്ട് എത്തണം. പൊതുവെ ഉള്ളൊരു കാര്യം പറഞ്ഞാൽ ഏറെക്കുറെ ഒരു 90% ഈ ഒരു അർത്ഥത്തിൽ വെച്ച് നമുക്ക് കിട്ടും. ഇംഗ്ലീഷിൽ ഇൻ എന്ന് പറയുന്ന, മലയാളത്തിൽ ഒരു ഇൽ എന്നൊക്കെ പറയാൻ സാധ്യതയുള്ള ആ വാക്ക്, പറയാൻ സാധ്യതയുള്ള ഞാൻ പറഞ്ഞ ചിലപ്പോൾ നമ്മൾ ആ വാക്ക് ഉണ്ടാവില്ല. ഒരു ഉദാഹരണം, ഞാൻ ഇപ്പൊ എവിടെയാണ്, ഞാൻ കോഴിക്കോടാണുള്ളത് പറയും. അപ്പൊ കോഴിക്കോടിൽ എന്ന് പറയലില്ല. അറബിയിൽ ഫീ കാലിക്കൂത്ത് എന്നാ പറയാ. അപ്പൊ കോഴിക്കോട് അനഫ് കാലിക്കൂത്ത് എന്നല്ല പറയാം, അനഫി കാലിക്കൂത്ത്, ഞാൻ കോഴിക്കോടാണുള്ളത് എന്ന് പറയാം. അപ്പോ ആ ഒരു ഇൽ എന്ന അർത്ഥം വരുന്ന വാക്കുകൾക്കൊക്കെ നമുക്ക് ഫീ ഉപയോഗിക്കാം. അത് ഏറെക്കുറെ മനസ്സിലായല്ലോ? ഓക്കെ, അത് ഒരു 90-95% അത് ഓക്കെയാണ്. ഇനി ഒരു 5% ബാക്കിയുണ്ട്. അത് നമുക്ക് കുറച്ച് പഠനത്തിലൂടെ കിട്ടുള്ളൂ. അത് ചില വാക്കുകൾക്ക് ആ വാക്കേ ഉപയോഗിക്കാവൂ എന്നുള്ള ചില വാക്കിന്റെ കൂടെ പ്രൊപ്പോസിഷനായിട്ട് ഫീ വരുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പോകും. അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഒന്ന്, പിന്നെ മിന്ന് ഉപയോഗിക്കല് ഇംഗ്ലീഷിൽ ഫ്രം എന്നർത്ഥം വരുന്ന വാക്ക്. ഒരു സാധനത്തിൽ അതിൽ നിന്ന് എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഐ ആം ഫ്രം ഇന്ത്യ, അന മിനൽ ഹിന്ദ്. അല്ലെങ്കിൽ ഞാനിപ്പോ കോഴിക്കോട് ബാഗൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ മുജീബ് ഉസ്താദിനെ കാണുന്നു. അപ്പൊ മുജീബ് ഉസ്താദിനോട് ചോദിക്കുക, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം എന്നുള്ളത് പിന്നെ നിങ്ങൾ എവിടുത്തേരാന്നുള്ളതാണ്. പിന്നെ വേർ ആർ യു ഫ്രം പിന്നെ എന്താ പറയാ, ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോ സാധാരണ നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, മലയാളത്തിൽ ചോദിക്കും നിങ്ങൾ എവിടുന്നാണ് വരുന്നത്. പിന്നെ വേർ ആർ യു ഫ്രം, വേർ ആർ യു ഫ്രം എന്ന് വെച്ചാൽ നിങ്ങൾ എവിടുത്തുകാരനാണെന്നുള്ള അർത്ഥമാണ് വേർ ആർ യു ഫ്രം എന്ന് ചോദിക്കുന്നത്. വേർ ആർ യു കമ്മിങ് ഫ്രം, കറക്റ്റ്. വേർ ആർ യു കമ്മിങ് ഫ്രം, നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോ ഞാൻ സാരിയ എന്നാണ് വരുന്നത്. അതെങ്ങനെ അറബി പറയാം? അപ്പൊ അന ഖാദിം മിനസ് സാരിയ. ആദ്യം എന്നുള്ള വാക്ക് അന ഖാദിം മിനസ് സാരിയ, ഞാൻ സാരിയയിൽ നിന്നാണ്. അപ്പൊ ആ ഫ്രം എന്നുള്ളൊരു മാന വരുന്നിടത്താണ് മിൻ ഉപയോഗിക്കാറുള്ളത്. ഒരു 90% അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഒരു 10% ഉണ്ട്, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കും. ഇപ്പൊ തന്നെ പഠിച്ചെങ്കിൽ 100% പോലെ. അപ്പൊ കുറച്ച് നല്ല വാക്കാണ്. അത് കുറച്ചും കൂടെ ഒരു ഡീപ്പായ ചില കാര്യങ്ങളാണ്. ചില വാക്കിന്റെ കൂടെ ഇന്നതേ വരാവൂ. മിനൽ ബൈത്ത് എന്ന് പറഞ്ഞ മിനൽ ബൈത്ത്. ഇനി പള്ളിയിൽ നിന്നാണ് വരുന്നത്, മിനൽ മസ്ജിദ് എന്ന് പറയും.
പിന്നെ ഇനി വേറൊന്നുണ്ട്. നമ്മള് മലയാളത്തിൽ മിൻ എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവും. ഇല്ലല്ല ഇൽ നിന്ന് ഇപ്പൊ ഉദാഹരണം ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഞാൻ അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഞാന് സ്കൂളിൽ നിന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ ഇൽ എന്നൊരു ആ ഒരു ഇൽ നിന്ന് എന്നുള്ള ഒരു വാക്കാണ് അവിടെ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെ. അവിടെ നമ്മൾ മിന്നല്ല ഉപയോഗിക്കുക. കാരണം മിന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നു, ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്താകുന്നത്, ഒരു തുടക്കം അവിടുന്ന്. ഇപ്പൊ എവിടുന്നാ വരുന്നത്? സഅദിയയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ സഅദിയയിൽ നിന്ന് എന്റെ വരവ് ആരംഭിച്ചു, അവിടുന്ന് പോന്നിരിക്കുകയാണ്. അത്തരം ഒരു തുടക്കം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് മിന്ന് ഉപയോഗിക്കല്. അതേ സമയത്ത് ഞാൻ സഅദിയയിൽ നിന്ന് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോ മിന്നിനേക്കാളും കൂടുതൽ ഉപയോഗിക്കല് അവിടെ രണ്ടും ഉപയോഗിച്ച് കാണാറുണ്ട്. ഫീ ആണ് അവിടെ കൂടുതലും ഉപയോഗിക്കേണ്ടത്. ഏറ്റവും കറക്റ്റും ഫീ ആണ് അവിടെ ഏറ്റവും ശരി. ഓക്കെ, മനസ്സിലായോ? അത് മനസ്സിലായിട്ടില്ല തോന്നുന്നു അല്ലേ? മനസ്സിലാവാത്തവരൊന്ന് പറയൂ, ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. മനസ്സിലായ ആളുകൾ ആയി എന്ന് പറഞ്ഞ ആകാത്ത ആളുകൾ അവിടെ നിൽക്കും. അപ്പൊ അങ്ങനെ കൊണ്ട മനസ്സിലായ ആളുകൾ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഞാനൊന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മള് മലയാളത്തിൽ മിന്നിന്റെ പ്രയോഗം പറഞ്ഞത് ഒരു 90% ഉണ്ടാവുന്നത് മലയാളത്തിൽ ഇൽ നിന്ന് എന്നൊരർത്ഥം കിട്ടുന്ന. സഅദിയയിൽ നിന്ന് എവിടുന്നാ വരുന്നത്? സഅദിയയിൽ നിന്നാണ്. നീ എവിടുന്നാ വരുന്നത്? ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഒരു ഇൽ നിന്ന്, അല്ലെങ്കിൽ നീ എവിടുന്ന വരുന്നത്? ഞാൻ ഗൾഫിൽ നിന്നാണ് വരുന്നത്. ഇത് എവിടുന്നാ കൊണ്ടുവന്നത്? ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ ആ ഒരു ഇൽ നിന്ന്, ഒരു ഫ്രം, ഒരു സ്ഥലത്ത് നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മിൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അത്ര മനസ്സിലായില്ലേ? അപ്പൊ ഈ മിൻ എന്ന് ഇംഗ്ലീഷിൽ ഫ്രം എന്ന് പറയുന്നത് സ്ഥാനത്ത്, പക്ഷെ അറബിയിൽ മിൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്നു എന്നൊരു അർത്ഥത്തിൽ. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഞാനൊരു കടയിൽ നിന്നൊരു സാധനം വാങ്ങി. അപ്പൊ ഞാൻ ഈ സാധനം വാങ്ങുക എന്നുള്ളത് ആ കടയിൽ നിന്നാണ് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ നിന്ന് പോകുന്നതാണ് അല്ലെ? അവിടെ നിന്ന് പോരുന്നത്. ഞാൻ സാരിയിൽ നിന്ന് വരുന്നു, കോഴിക്കോട് നിന്ന് വരുന്നു. അപ്പൊ അവിടെ നിന്ന് ആരംഭിച്ച് ഇങ്ങോട്ട് പോരുന്ന ഒരു സംഭവം, ആ ഒരു അർത്ഥം വരുന്നിടത്ത് മാത്രമേ അറബിയിൽ മിന്ന് ഉപയോഗിക്കുള്ളൂ. അതേ സമയത്ത് ഞാൻ സാരിയിൽ നിന്ന് പഠിച്ചു, ഞാൻ കോഴിക്കോട് നിന്ന് അല്ല എന്താ പറയാ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ അത് അവിടെ കഴിച്ച് തീർന്നു. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് എന്താ കിട്ടില്ല, ആ കഴിക്കുക എന്നുള്ള പരിപാടി അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി പോരുന്നില്ല. മനസ്സിലാണ്ടോ? ഞാൻ സാരിയിൽ നിന്ന് വരിക എന്നുള്ള അവിടുന്ന് തുടങ്ങിയിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ സാധനം വാങ്ങുക എന്നുള്ളത് അവിടുന്ന് വാങ്ങിയിട്ട് പോകുന്നതാണ്. അത് അവിടെ തന്നെ വെച്ച് പോകുന്നില്ല. ഭക്ഷണം കഴിക്കല്, പഠിക്കല്, വായിക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അത് അവിടെ തീർന്നത്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോരില്ല. അപ്പൊ മലയാളത്തിൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് വായിച്ചു, അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിൽ നിന്ന് വായിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അവിടെ നമ്മൾ അറബിയിൽ അവിടെ ശരിക്ക് മിന്നല്ല ഉപയോഗിക്കേണ്ടത്, ഫീ ആണ് ഉപയോഗിക്കുന്നത്. കാരണം പറഞ്ഞാൽ ഖറഅതുഹു ഫിൽ മക്തബ്, ഖറഅതുഹു ഫി സഅദിയ, ദറസ്തുഹു ഫി സഅദിയ. സഅദിയ എന്നാണ് അത് പഠിച്ചത്. ആ രീതിയിലാണ് നമ്മൾ പറയാം. ഇൻഷാ അല്ലാഹ് അത് കുറച്ചും കൂടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീഡിങ്ങിന് വേണ്ടി വായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറുത് തുടക്കത്തിൽ ചെറുത് ഉണ്ടാവുള്ളൂ. പറഞ്ഞില്ലേ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോ അതിന്റെ അർത്ഥം കോഴിക്കോട് നിന്ന് വരുന്നു. നേരത്തെ പറഞ്ഞ പഠിച്ചു കഴിഞ്ഞു എന്നതുപോലെ ആ വരവ് കൊണ്ട് കഴിഞ്ഞിട്ടില്ല, തിരിച്ചു വീണ്ടും കോഴിക്കോടേക്ക് തന്നെ പോകുമെന്നൊരു മീനിങ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവാതിരിക്കട്ടെ, നമ്മൾ വരുന്നു എന്നുള്ളത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോരുകയുള്ളൂ. ഞാൻ കോഴിക്കോട് എന്നാ വേറൊരു അർത്ഥം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമല്ലോ. നമ്മൾ പറയുമ്പോ ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുന്നു എന്ന് പറയുന്ന പോലെ കോഴിക്കോട് പ്രസന്റ് കണ്ടിന്യൂസിന്റെ അതല്ല പറഞ്ഞത്, മിൻ എന്ന വാക്കിന്റെ അർത്ഥം മാത്രമാണ് പറഞ്ഞത്. അതായത് മലയാളത്തിൽ ഒറ്റടിക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഇൽ നിന്ന് എന്നുള്ള അർത്ഥം മാത്രം ഫുൾ എല്ലായിടത്തും ഈ മിന്ന് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതായത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം അക്കൽത്തു ഫിൽ മത്അമി അതെ ഫിൽ മത്അമി എന്നാണ് പറയാ. അതേസമയത്ത് മിനൽ മത്അമി എന്നല്ല പറയേണ്ടത്. അതേസമയത്ത് നമ്മളൊരു സാധനം അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇഷ്തറയ്തു മിനൽ മത്അമി, ഹോട്ടലിൽ നിന്ന് ഞാനത് വാങ്ങി. കാരണം നമ്മൾ അവിടുന്ന് വാങ്ങി ആ സാധനം എന്താകുന്നുണ്ട്, നമ്മളെ കൂടെ ആ വാങ്ങൽ അവിടുന്ന് തുടങ്ങിയിട്ട് പോരുന്നുണ്ട്. അതേപോലെ തിന്നുക എന്നുള്ള കാര്യമൊക്കെ അവിടെ അവസാനിക്കുന്നതാണ്.
അത് ഇൻഷാല്ല കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാകാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചെറിയ ചെറിയ വായന അതിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ തുടക്കത്തിൽ തരും. പിന്നെ കുറച്ചും കൂടെ എന്റെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കുറച്ചും കൂടെ നമ്മളെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെ പോരുകയാണെങ്കിൽ നമുക്ക് പത്ര വായനയുടെ അടുത്തേക്കൊക്കെ കുറച്ചും കൂടെ അങ്ങനെ മുന്നോട്ട് പോയെത്തും നമ്മൾ ഇൻഷാല്ല. അപ്പൊ അങ്ങനെ കുറച്ച് കൂടുതൽ വായിക്കുന്ന സമയത്ത് ആ സാന്ദർഭികമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും എവിടെയാണ് ഫീ ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഈ മിന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം. ഫീ എന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ ഇൻ എന്നും പിന്നെ മിൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ ഫ്രം എന്നും ഉപയോഗിക്കുന്ന, മലയാളത്തിൽ പിന്നെ ഫ്രം ഇൽ നിന്ന് എന്ന് ഉപയോഗിക്കുന്നിടത്ത് മിന്നും, ഇൽ എന്ന് മലയാളത്തിൽ വരുന്ന ആ സ്ഥലത്ത് ഇംഗ്ലീഷിൽ ഇൻ എന്ന് വരുന്ന ആ സ്ഥലത്ത് ഫീ ഉപയോഗിക്കുക. ഇതാണ് ഒരു മൊത്തത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ളത്. ബാക്കി സന്ദർഭത്തിൽ നമുക്ക് ഇൻഷാല്ല വായനയിൽ നിന്നൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. കാരണം ഒരു നിശ്ചിതമായ നിയമം പറഞ്ഞാൽ അത് ഒറ്റടിക്കാണ്ട് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. സന്ദർഭമായിട്ട് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. നമ്മൾ അവിടെ നിന്നാണ് പോയത്. ഉമ്മ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് എന്ന് പറയില്ല, എങ്ങനെയാണോ അഡ്മിറ്റഡ് ആയി എന്ന് എങ്ങനെ പറയാം? അഡ്മിറ്റഡ് ആയി എന്ന് പറയല് അഡ്മിറ്റഡ് ആണ് എന്ന് പറയാൻ വേണ്ടി മുദ്ഖലുൻ എന്നാ പറയാം. മുദ്ഖല് ആണാകുമ്പോ പെണ്ണാകുമ്പോൾ മുദ്ഖലത്തുൻ എന്ന് പറയും. ഒരാൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി ഉദ്ഖില എന്നാണ് പറയാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഫിയലുകൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് അതിലേക്ക് പോകാം. ഇത് മുദ്ഖല്, മീമ് ദാല് ഖാ ലാം, മുദ്ഖലുൻ അഡ്മിറ്റഡ് ആണ്. അപ്പൊ വഹിയ മുദ്ഖലത്തുൻ ഫിൽ മുസ്തഷ്ഫ. ഏത് ദാലാണ്? കുത്തുള്ള ദാലാണ് പറഞ്ഞത്? കുത്തുമുള്ളിയൊന്നും ഇല്ലാത്ത ദാല്, സാധാ പരിപ്പിന്റെ ദാല്. ഓ എന്താ ഒരാളോ ആരെന്തോ ചോദിച്ചല്ലോ. അതെ കറക്റ്റ്. ഈ ദഖല എന്നതിന്റെ അതിന്റെ ഇസ്മു മഫ്ഊലാണ്. ദഖല അല്ല, അദ്ഖല എന്നതിൽ നിന്നുള്ള ഇസ്മു മഫ്ഊലായിട്ടാണ് മുദ്ഖല് എന്ന് പറയുന്നത്. ദഖലയാണ് അതിന്റെ അസ്ലി ഫിഅല്. ഖാഇന് കുത്തുണ്ടാവും, ദാലിന് ഉണ്ടാവില്ല. ദാല് സാധാ ദാല്, ഖാ ജീമിന്റെ പുള്ളി താഴ്ന്നിടത്ത് മേലക്കിട്ടെ. ഓക്കെ, മുദ്ഖലുൻ. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് പറയുന്ന സമയത്താണ് ഹിയ. ഇനി എന്ത് പറയാൻ വേണ്ടി നമ്മൾ ഹിയ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിച്ച് അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഹിയ എന്ന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി രണ്ടാളുകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാളുകളെ കുറിച്ച് ഉദാഹരണം പറഞ്ഞാല് എന്റെ രണ്ട് മക്കളെ കുറിച്ച് ഞാൻ പറയാന്ന് വെച്ചാൽ, എന്റെ രണ്ട് മക്കളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പിന്നെ എന്താ പറയാ, ഇനി ഞാൻ ഉദാഹരണം പറയാം. എന്റെ രണ്ട് മക്കള് 10ാം ക്ലാസ്സിലാണ്. അവര് നന്നായി പഠിക്കുന്നവരാണ്, അവര് മിടുക്കന്മാരാണ്, അവര് കഴിഞ്ഞ പരീക്ഷയിൽ പാസ്സായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവരെ കുറിച്ച് കുറെ ഒരു 5-6 വാക്കുകൾ അങ്ങനെ പറയാൻ പോകും. എങ്ങനെ പറയാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്കിയാ. ആ, നമ്മൾ ഫസ്റ്റ് ഹുമ പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഹുമ എന്ന് പറയുമ്പോ ആരെന്ന് അറിയില്ല. ആദ്യം പറയുമ്പോ ആളെ നമ്മൾ എന്താക്കണം, ഒന്ന് മെൻഷൻ ചെയ്യണം. ഒന്നുകിൽ എന്റെ മക്കള് എന്ന് പറയണം, അല്ലെങ്കിൽ അവരുടെ പേര് പറയണം. അങ്ങനെ എന്താണോ നമ്മൾ അവരെ സൂചിപ്പിച്ചുകൊണ്ടൊരു വാക്ക് കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കുന്ന ഒരു വാക്ക് ഫസ്റ്റ് പറയണം. അപ്പൊ എന്റെ രണ്ട് മക്കൾ എങ്ങനെ പറയാ? മകൻ എങ്ങനെ പറയാ? എന്റെ എന്നുള്ളതും നിന്റെ എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ നമുക്ക് വിശാലമായിട്ട് നമ്മുടെ ക്ലാസ് വേറെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഇപ്പൊ തൽക്കാലത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. മകൻ എന്നതിന് എന്താ പറയാ? അതേ തീരുമാനിക്കാം. വലതുൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇബിനുൻ എന്ന് പറയാം അല്ലെ. മകൻ എന്ന് പറയാൻ വേണ്ടി വലതുൻ എന്ന് പറയാം, ഇബിൻ എന്ന് പറയാം. എന്റെ മകൻ എന്ന് പറയാനോ? ഇബിനി എന്ന് പറയും. അത് എന്റെ എന്ന് ചേർക്കാൻ വേണ്ടി ഇൻഷാല്ലാ എന്റെ, അവന്റെ, നിന്റെ എന്നൊക്കെ വിശാലമായിട്ട് നമ്മള് ഒരു പാഠം തന്നെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. എന്നാലും ഇപ്പൊ പറയാം, നമുക്ക് തുടക്കത്തിൽ ഒരു കാര്യം പറയുക. എന്റെ എന്ന് എനിക്ക് പലപ്പോഴും സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് പറയാണ്, എന്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ അവസാനം ഒരു യാ ചേർത്ത് കൊടുത്താൽ മതി. ഇബിനുൻ എന്നുള്ളത് ഇബിനി എന്ന് കൊടുത്താൽ മതി. അബുൻ ഉപ്പ, അബി എന്റെ ഉപ്പ, ഉമ്മുൻ ഉമ്മ,
ഉമ്മി എന്റെ ഉമ്മ. ഇനി എന്റെ പെങ്ങൾ എന്ന് എങ്ങനെയാ പറയാ? എന്റെ പെങ്ങൾ ഉഖ്തി ഉഖ്തി എന്ന് ഉഖ്തി പറയാം. എന്റെ പിന്നെ ബ്രദർ എന്ന് എങ്ങനെയാ പറയാ? അഖി അഖി എന്ന്. എന്റെ വീട് എന്ന് എങ്ങനെയാ പറയാ? ബൈത്തി തീ എന്ന് പറയാം. ബൈത്തി അല്ലെങ്കിൽ മൻസിലി അല്ലെങ്കിൽ ദാരി, മൻസിലി, ദാറ്, മസ്കനി, അങ്ങനെ പല വാക്കും ഉപയോഗിക്കുന്നുണ്ട്. ബൈത്ത് ഉപയോഗിക്കാം. ബൈത്തി എന്റെ വീട് അല്ലെ. അപ്പൊ എന്റെ എന്ന് പറയാൻ വേണ്ടി തൽക്കാലം നമുക്ക് എന്താക്കിയാൽ മതി, ഒരു യാ ഇല്ല, വേറെ ഒന്നും കൊടുക്കണം, പക്ഷെ യാ ആണ് ചേർത്ത് വിട്ടാൽ മതി. പക്ഷെ രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ദാറുന്നാണെങ്കിൽ ദാരി എന്ന് പറയണം. ദാരി ദാരി എന്ന് ഓക്കെ എന്തെങ്കിലും മുഫ്രദാശിക എന്ത് വന്നാലും അതിന്റെ അവസാനം യാ ആണ് ചേർത്തത്. കെസർ കൊടുത്തുകൊണ്ട് യാ ആണ് ചേർത്ത് ആണ് നീട്ടി കൊടുത്താൽ മതി, വേറെ ഒന്നും പ്രശ്നമില്ല. ദാറ് എന്നുള്ള ദാരി എന്നാക്കിയാൽ കിതാബ് കിതാബി, കലമ് കലമി എന്നാക്കും, ബൈത്ത് ബൈത്തി എന്നാവും, ഒന്നും പ്രശ്നമില്ല. അവസാനം ഒരു കെസർ കൊടുത്താണ് നീട്ടി കൊടുത്താൽ മതി, ഒരു യാ ചേർത്ത് നീട്ടി കൊടുത്താൽ മതി. അതേ സമയത്ത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇബിന് എന്നൊരു രണ്ട് മക്കൾ എങ്ങനെ പറയാ? രണ്ട് മക്കൾ ഇബിനാനി, വലദാനി, ഇബിനാനി എന്നൊക്കെ പറയാം അല്ലെ. ഇബിനാനി എന്ന് പറയും. അപ്പൊ എന്റെ രണ്ട് മക്കൾ എന്ന് പറയുമ്പോ ഇബിനാനി എന്ന് പറഞ്ഞാൽ മതിയാവില്ല. അവിടെ അവസാനത്തെ നൂനുണ്ട് ഒഴിവാക്കിയിട്ട് എന്താക്കും, ഈ യാ ആണ് കൊടുക്കും. യാന് അപ്പോ ലാസ്റ്റ് നമ്മൾ നേരത്തെ സുക്കൂൻ ആയിട്ട് നീട്ടാനുള്ള ഒരു അക്ഷരം മാത്രമേ കൊടുത്തത്. ഇവിടെ ഇബിനായ അല്ലെങ്കിൽ വലതായ എന്നൊക്കെ പറയും. വലതായ, വലതയ്യ, ഇബിനയ്യ എന്നൊക്കെ പറയാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇബിനായ എന്റെ രണ്ട് മക്കൾ, ഇബിനയ്യ എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങൾ ഇൻഷാല്ലാ പിന്നെ പറഞ്ഞാ. ഇബിനായ എന്റെ രണ്ട് മക്കൾ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയോ, എന്റെ രണ്ട് മക്കൾ അവര് വളരെ മിടുക്കരാണ്. വേഗം പറഞ്ഞു. ഇപ്പൊ നിങ്ങള് ഈ പറയുന്ന ആളുകൾ മാത്രം പറയാ, അറിയാത്ത ആളുകൾ പിന്നിൽ നിൽക്കരുതേ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, അറിയാത്ത ആളുകള് എനിക്കത് മനസ്സിലായിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മുന്നിൽ വരണം. എന്നാലേ നിങ്ങൾ ഒന്ന് മുന്നോട്ട് വരുള്ളൂ. കാരണം എനിക്കറിയില്ല ആരൊക്കെ മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പോ അറിയുന്ന ആളുകൾ പറയണം, വേണ്ടെന്നല്ല. അറിയാത്ത ആളുകൾ പിന്നെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ബാക്കിൽ മാറിക്കരുത്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ. അപ്പോ ഇനി പറയൂ, എന്റെ രണ്ട് മക്കൾ എന്നെങ്ങനെ പറയാം? ഇബിനായ അല്ലെങ്കിൽ വലതായ. ഓക്കെ, ഇനി പറഞ്ഞോളൂ. എന്റെ രണ്ട് മക്കൾ, അത് ഒരാളെ കുറിച്ചാണ്. ബുനയ്യ എന്ന് പറയുന്നത് എന്റെ. അതെങ്ങനെയാ വെച്ചാല് ഇബിനു എന്നതിന്റെ, ഇബിന് എന്ന് പറയുന്ന അർത്ഥം മകൻ എന്നല്ലേ. അപ്പോ അറബിയിൽ ഒരു തസ്ഗീർ എന്ന് പറഞ്ഞ വാക്കുണ്ട്. മലയാളത്തിൽ ഇപ്പോ മോന് എന്നുള്ളതിന് നമ്മുടെ നാട്ടില് കുഞ്ഞുമോനെ എന്ന് വിളിക്കാറുണ്ട് അല്ലെ. എല്ലാ നാട്ടിലും അങ്ങനെ വിളിക്കാറുണ്ടോ എനിക്കറിയില്ല. കുഞ്ഞുമോനെ എന്ന് വിളിക്കും, ചിലര് കൊച്ചുമോനെ എന്ന് വിളിക്കുമായിരിക്കും. കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ ഈ മകൻ എന്നതിനെ കുറച്ച് ചെറുതായി ഉപയോഗിക്കുന്നതാണ്, സ്നേഹത്തോടെയൊക്കെ ഉപയോഗിക്കുന്നതിന്റെ വാക്കാണ് കുഞ്ഞുമോനെ എന്ന് വിളിക്കുന്നത് അല്ലെ. ആ ഒരർത്ഥത്തിൽ അറബിയിൽ പൊതുവെ അങ്ങനെ ഒരു ശൈലിയുണ്ട്. തസ്ഗീർ എന്ന് പറയാം, ഒരു സാധനത്തിനെ ചെറുത് എന്ന അർത്ഥം കിട്ടുന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇബിനി എന്നതിന്റെ പിന്നെ ചെറുതാക്കുന്ന രൂപമാണ് ബുനൈ എന്ന് പറയുന്നത്. ബുനൈ. അപ്പൊ എന്റെ മോന് കുഞ്ഞുമോൻ എന്ന് പറയുന്നത് ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ. യാ ബുനയ്യ ഇർക്കമ്മാന. നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ചു കണ്ട്, മോനെ വന്നിട്ട് നമ്മുടെ വണ്ടി കയറിക്കോ, കപ്പലിൽ കയറിക്കോ എന്ന് പറഞ്ഞേ. യാ ബുനയ്യ ഇർക്കമ്മാന അല്ലെ. അവിടെ യാ ബുനയ്യ എന്നാണ് എന്റെ മകനെ എന്ന് വിളിക്കുന്നത്. അത് എന്റെ കൊച്ചുമോനെ, കുഞ്ഞുമോനെ എന്നൊക്കെയുള്ള ഒരു സ്നേഹത്തോടെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇബിനി എന്നതിന്റെ തസ്ഗീറാക്കി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ബുനയ്യ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്നല്ല, അപ്പൊ പിന്നെ എന്തിനാ യാ കൊടുത്തത്? എന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിട്ട്. ബുനയ്യ് എന്നാണ് ശരിക്കും അവിടെ ഉണ്ടാവുക. രണ്ട് പൊന്നുമോനെ മക്കളെന്ന് പറയൂല, അപ്പോഴെന്താ ഉപയോഗിക്കുക? അങ്ങനെ അവിടെ തസ്നിയാക്കിയാൽ എങ്ങനെ വരും? അങ്ങനെ ഒന്ന് ഈ തെസ്നിയ ഒരിക്കലും, ഈ തസ്ഗീർ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ജംഇനെയും തസ്നിയെയും ഒന്നും എന്താ തസ്ഗീർ ആക്കൂല. തസ്ഗീർ പറഞ്ഞാല് ഫുഐൽ എന്നൊരു വചനക്ക് ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. ഷജറത്ത് എന്ന് പറഞ്ഞ അർത്ഥം മരം, മരം അർത്ഥം. ഈ ചെറിയ ഒരു ചെറിയ മരമുണ്ട്, വലിയൊരു മരം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഒരു ചെറിയ മരമുണ്ട്, ചെറിയ തയ്യ്, അതിനെന്ത് പറയും? ഷുജൈറത്ത് എന്ന് പറയും. ഷുജൈറത്ത്, മനസ്സിലായോ? അതിപ്പോ എഴുതിക്കണമെന്നില്ല, ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ. ഇപ്പോൾ ചോദിച്ചതിന് വേണ്ടി ഇൻഷാല്ലാ ആ മേഖല പിന്നീട് പഠിക്കും. അപ്പൊ അത് അതിലേക്ക് പോകുന്നില്ല. ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. അതെ, അങ്ങനെ തന്നെ. ജമീല എന്നതിന്റെ ചെറിയ രൂപമാണ്
ജുമൈല എന്ന് പറഞ്ഞത്. ജുമൈല. ജുമൈല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചിരിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. മൂപ്പരെ പേര് ലുബൈബ് എന്ന് പേരിട്ടു. ലബീബ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാൻ എന്നാണ് ലബീബിന്റെ അർത്ഥം. മൂപ്പര് സ്വന്തം മൂപ്പർക്ക് എന്താക്കി ലുബൈബ് എന്ന പേര്, ഇബ്രാഹിം എന്ന പേരുണ്ടായിരുന്നു, ഇബ്രാഹിം മാഷെ. അങ്ങനെ മൂപ്പര് സ്വന്തം പേര് ലുബൈബ് എന്നാക്കി. അപ്പൊ ഏതൊരു ഉസ്താദ് ലുബൈബ് പറഞ്ഞ അന്തംഗമി എന്നാണ് അർത്ഥം. മൂപ്പർക്ക് ആ ടെൻഷനായി പോയി. ലബീബ് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആള് എന്ന അർത്ഥം. അപ്പൊ ലുബൈബ് പറഞ്ഞാൽ ബുദ്ധി കുറഞ്ഞ ബുദ്ധിയുള്ള ആള് എന്നാണ് അർത്ഥം. വെച്ചെടുത്താണ്. അതായിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ ജമീല് ജുമൈല നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ല അത്. ഏതായിരുന്നാലും അപ്പൊ ഈ ഫുഐൽ എന്നൊരു വസനെ പറയുമ്പോ ചെറുത് എന്നർത്ഥം കിട്ടും. ഇങ്ങനെ തസ്ഗീർ ആക്കൽ ഒരിക്കലും തസ്നിയായ ഇസ്മിനെയോ അല്ലെങ്കിൽ ജംആയ ഇസ്മിനെയോ ഒരിക്കലും തസ്ഗീർ ആക്കൂല. മുഫ്രദായ സാധനത്തിന് മാത്രമേ തസ്ഗീർ ആക്കുള്ളൂ. അങ്ങനത്തെ ഒരു നിയമം തസ്ഗീറിനുണ്ട്. ആ ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ചോദിച്ച ആള് യാബുനയ്യ എന്നോട് ചോദിച്ച ആൾക്ക് സംഭവം മനസ്സിലായോ നോക്കിയാ? മനസ്സിലായി. ഓക്കെ. അത് ഒരു ഗ്രാമറിന്റെ നിയമമാണ്. അതിന് വിശാലമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് വന്നാൽ വിശാലമായിട്ട് പറഞ്ഞതാ. എല്ലാവർക്കും കൂടെ അത് ആവശ്യമില്ലാത്തൊരു സാധനം കുറെ സമയം കളയണ്ട. ഓക്കെ. അപ്പോ ഇബ്നായ വലതായ എന്ന് പറഞ്ഞു. ഇബ്നായ എന്ന് പറയാൻ കുറച്ച് പ്രയാസം. വലതായ എന്ന് പറഞ്ഞു. വലതായ എന്റെ രണ്ട് മക്കൾ അവർ വളരെ സ്മാർട്ടാണ്. പറഞ്ഞോളൂ, ഒരാൾ പറയൂ. എന്റെ രണ്ട് മക്കൾ വളരെ സ്മാർട്ടാണ്. ഇബ്നായ നശീത്താനി. ശരിയാണോ? നഷീത്താനി എന്ന് പറയാം, അല്ലെങ്കിൽ സക്കിയാനി എന്ന് പറയാം. അവർ രണ്ടും വളരെ മിടുക്കന്മാരാണ്, വളരെ ബുദ്ധിയുള്ള ആൾക്കുട്ടികളാണ്, നല്ല മിടുക്കന്മാരാണെന്ന് പറയാൻ സ്മാർട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ട് പറഞ്ഞ നഷീത്ത് എന്നുള്ള വാക്കും ഉപയോഗിക്കാം, സക്കി എന്നുള്ള വാക്കും ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. സത്യത്തില് എങ്ങനെ എന്താ കേട്ടില്ല, എന്താണ് ചോദിച്ചത്? അല്ല, അത് സ്മാർട്ടിനല്ല, അത് കസൂല് എന്ന് പറഞ്ഞ സ്മാർട്ടിന് നേരെ വിരുദ്ധാണ്. കസൂല് എന്ന് പറഞ്ഞാല് മടിയൻ, അലസൻ, ലസി എന്ന അർത്ഥത്തിലാണ് കസൂല് എന്നുള്ളത്. കസൂല് കസ്ലാനി എന്നൊക്കെ പറഞ്ഞത്. ഇത് ദക്കിയ് നഷീത്ത് എന്നൊക്കെ പറഞ്ഞാല് സ്മാർട്ട് എന്നർത്ഥം. നഷീത്ത് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയ ഒരു ആള് എന്ന അർത്ഥത്തിലാണ് നഷീത്ത് പറയാ. ദക്കി എന്ന് പറഞ്ഞാൽ വളരെ ക്ലവറായ, ബുദ്ധിയുള്ള എന്നൊക്കെ അർത്ഥത്തിലാണ് ദക്കി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് വാക്കും വളരെ സ്മാർട്ട് എന്ന് പറയാൻ വേണ്ടി രണ്ട് വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അപ്പോ പറയാ വലതായ ദക്കിയാനി, എന്റെ മക്കൾ രണ്ടാളും വളരെ മിടുക്കന്മാരാണ്. അവർ രണ്ടാളും 10ാം ക്ലാസ്സിലാണ്. അവർ രണ്ടാളും 10ാം ക്ലാസ്സിലാണ്. ഫിസ്സുഫിൽ ആഷിർ, 10ാം ക്ലാസ് എന്ന് പറഞ്ഞ അഷർ പറഞ്ഞാൽ മതിയാവില്ല. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വേറെ പറയാം. ഫിസ്സുഫിൽ ആഷിർ, അവര് 10ാം ക്ലാസ്. സ്കൂളിൽ പോകുമ്പോൾ ഫിസ്സുഫിൽ ഖാമിസ്, ഫിസ്സുഫിൽ ആഷിർ അങ്ങനെ പുസ്തകം ഉണ്ടായാല് ഹുമാ ഫിസ്സുഫിൽ ആഷിർ, അവർ രണ്ടാളും 10ാം ക്ലാസ്സിലാണ്. ഇനി എന്താ വേണ്ടത്? അവർ രണ്ടാളും എന്താ പറയാ, രണ്ടാളും പിന്നെ 4ാം ക്ലാസ്സിൽ അതെ റാബി, നാലാം. അതായത് എണ്ണാൻ അറിയാം എനിക്ക് 1 മുതൽ 10 വരെ ചുരുങ്ങിയത് അറിയാത്ത ആളുകൾ ആരുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു പാഠം വരുന്നത്, വാഹിദ് ഇസ്നാൻ സലാത്ത ഒരു പാഠം വരുന്നുണ്ട്. അത് നമുക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂട്ടത്തിലൊരു കാര്യം പറയാം, ഇൻഷാ അല്ലാഹ് ഒന്ന് പറയാൻ പോകണം. എന്നാൽ ഇപ്പം ഒരു കൂട്ടത്തില് ഒന്ന് പഠിച്ചോളി. ഈ പിന്നെ വാഹിദ്, ഇസ്നാനി, സലാത്ത, അർബ, ഹംസ അങ്ങനെയുള്ള എണ്ണം പഠിച്ചിട്ടുള്ളത്. അതില് പിന്നെ വാഹിദ് ഒഴിച്ച് ബാക്കിയൊക്കെ ഇസ്നാനി എന്നുള്ളത് സാനി, സാലിസ്, റാബിയ, ഖാമിസ് അങ്ങനെ ഫായില് വസ്നിക്ക് വരുമ്പോ 2ാം, 3ാം, 4ാം, 5ാം എന്നൊക്കെ ഒരു അജക്റ്റീവിന്റെ മായന, ഒരു സിഫത്തിന്റെ വിശേഷണത്തിന്റെ മായനയായിട്ട് മാറും. മറ്റേത് അഷറ എന്ന് പറഞ്ഞാൽ 10 എന്നാവുള്ളൂ, ആഷിർ 10ാമത്തെ, ഇസ്ആ എന്ന് പറഞ്ഞാൽ 9 ആവുള്ളൂ, താസിയ എന്ന് പറഞ്ഞാൽ 9ാമത്തെ. ഫായിൽ വസനിക്ക് വരുന്ന സമയത്ത് 7ാമത്തെ, 8ാമത്തെ, 10ാമത്തെ, 1ാമത്തെ എന്നൊക്കെ അർത്ഥം കിട്ടും. വാഹിദ് മാത്രം, വാഹിദ് കാരണം 1 എന്ന് അർത്ഥമുള്ളൂ, 1ാമത്തെ അർത്ഥം കിട്ടാൻ വേണ്ടി അവ്വല് എന്ന് ഉപയോഗിക്കാം. ഓക്കെ.
ബഹുമാനം ഉദ്ദേശിക്കുന്നത് അവല് അഹദ് പറയും, ഒന്ന് എന്ന് പറയാൻ വേണ്ടിട്ട് അഹദും പറയാറുണ്ട്, വാഹിദും പറയും, രണ്ടും പറയും. പക്ഷെ ഒന്നാമത്തെ എന്ന് പറയാൻ വേണ്ടി വാഹിദ് അല്ല പറയല്. അവൽ അവലൂന്നല്ല. ഇവരെന്തോ ചോദിച്ചല്ലോ, എന്താണ് ഷാഹിനത്ത് ദീൻ, അവരെന്തോ ചോദിച്ചല്ലോ ഇപ്പൊ ദിവസത്തിന് അഹദ് എന്ന് പറയുന്നത്. ഏത് ദിവസത്തിന്? അത് ഞായറാഴ്ച എന്നുള്ള അർത്ഥത്തില് സൺഡേ, അതങ്ങനെ ചോദിച്ചല്ലേ. ഓക്കെ. സൺഡേക്ക് യോമുൽ അഹദ് എന്ന് പറയണം. യോമുൽ അഹദ്, യോമുൽ ഇസ്നൈൻ, യോമുൽ സലാത്ത, അങ്ങനെ വേറെ ദിവസങ്ങൾക്ക് പറയുന്നത്. നമ്മളെ അതൊക്കെ ദിവസം, മാസം, എണ്ണം, ഇതൊക്കെ വേറെ ചാപ്റ്റർ വരുന്നുണ്ട്. അതാണ് ഇപ്പം അതിലേക്ക് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് തന്നെ അത് ഓരോ ദിവസം പറയണ്ടേ. ഓക്കെ ഓക്കെ. ഊലാന്നോ അവൽ എന്നോ പറയാം, രണ്ടും പറയാം. ഊലാന്നും അവൽ എന്നും പറയാം. ഊല എന്ന് പറയുന്നതും അവൽ എന്ന് പറയുന്നതും രണ്ടും ഒന്നാമത്തെ തന്നെയാണ് അർത്ഥം. രണ്ടും ഒരേപോലെ പ്രയോഗിക്കൂല. അതിപ്പോ സാനി എന്ന് പറയുന്നത് സാനിയത്ത്, ഊല എന്ന് പറഞ്ഞ മുഅന്നസാണ്, അവൽ എന്ന് പറയുന്നത് മുദക്കറാണ്. സാനി എന്ന് പറയുന്നത് മുദക്കറാണ്, സാനിയത്ത് എന്ന് പറഞ്ഞ മുഅന്നസാണ്, താ കൂട്ടി വരും. ഊലന്റെ കാര്യത്തിൽ മാത്രം ഊല എന്ന വാക്ക് ഉപയോഗിക്കും, ബാക്കിയുള്ളിടത്തൊക്കെ താ ഉപയോഗിക്കും. സിഫത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത്, ബാക്കിയുള്ളിടത്ത് ചിലപ്പോൾ താ ഉപയോഗിക്കാതെങ്കിലും വേറെ നിയമമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട്, ഇപ്പോഴൊന്നല്ല, ഒരു 4-ാമത്തെ 5-ാമത്തെ ഒക്കെ ലെവലിലായിരിക്കും ഞാൻ അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചെടുപ്പല്ല, കുറെ കഴിഞ്ഞിട്ട് വരാം. കാരണം കുറച്ചും കൂടെ ഒരു ബൃഹത്തായ ഒരു സംഗതി. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ജമാഅത്തുൽ അവ്വൽ, ജമാഅത്തുൽ ആഖിർ പഠിച്ചത്. ഇപ്പൊ മക്കൾ പഠിക്കുന്നത് ജമാഅത്തുൽ ഊല എന്നാണ്. ജമാഅത്തുൽ ഊല എന്നാ പഠിച്ചത്? ജമാഅത്തുൽ അവ്വൽ, ജമാഅത്തുൽ ആഖിർ ഞാനൊക്കെ പഠിക്കുന്നത് പണ്ട് പഠിച്ചിരുന്നല്ലേ. ഇപ്പൊ കുട്ടികള് ജമാഅത്തുൽ ഊല എന്ന് പഠിക്കുന്നുണ്ടോ? അത് തെറ്റാണ്, അത് തെറ്റാണ്. ജമാഅത്തുൽ അവ്വൽ എന്ന് പറഞ്ഞത് തെറ്റാണ്. മാസത്തിന്റെ പേരല്ല അത്. മാസത്തിന് ജമാഅത്തുൽ അവ്വൽ എന്ന് പേരിൽ. ജമാഅത്ത് എന്ന് പറഞ്ഞാല് ജീവനില്ലാത്ത അചേതന വസ്തു എന്ന അർത്ഥത്തിലാണ് ജമാഅത്ത് പറയാ. ജമാഅത്തുൽ അവ്വൽ ഒന്നാമത്തെ അചേതന വസ്തു എന്ന അർത്ഥം പറയും. മാസത്തിന് ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ. ജുമാദ എന്നാ പറയാ, ജമാഅല്ല. ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ എന്നാ പറയാ. ജുമാദ സാനിയ, ജമാഅത്തുൽ അവ്വൽ ഇല്ല. ജുമാദ, ജുമാദ അല്ല, ജുമാദൽ ഊല. ജുമാദ എന്നുള്ള മുഅന്നസ ഇസ്മാണ്. ജുമാദൽ ഊല എന്ന് പറയാ, ജുമാദൽ ഉഖ്റ. ജുമാദൽ ആഖിറ എന്നും പറയാണ്ട്, ജുമാദ സാനിയ എന്നും പറയാണ്ട്. മുഅന്നസായിട്ട് ജുമാദൽ ആഖിർ എന്ന് പറയില്ല, ജുമാദൽ ആഖിറ അല്ലെങ്കിൽ ജുമാദൽ സാനിയ, ജുമാദൽ ഉഖ്റ എന്നൊക്കെ പറയും. മറ്റേത് ജുമാദൽ ഊല. ഓക്കെ, ഇൻഷാ അല്ലാഹ് അത് മാസങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ എന്റെ 2 മക്കളെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്റെ 2 മക്കൾ, അവർ രണ്ടാളും വളരെ സ്മാർട്ടാണ്, അവർ രണ്ടാളും 10-ാം ക്ലാസ്സിലാണ്, അവർ രണ്ടാളും ഇനി എന്താ അങ്ങനെ അവർ രണ്ടാളും എന്തെങ്കിലും ഒന്ന് പറയുന്നത്. അവർ രണ്ടാളും വളരെ നീണ്ടവരാണ്, വളരെ നീളം കൂടിയവരാണ് എന്ന് പറയണം. എങ്ങനെ പറയാ? അല്ലെ? അപ്പൊ ഹുമ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ എന്റെ 2 മക്കളെ കുറിച്ചല്ല, എന്റെ 3-ഓ 4-ഓ 5-ഓ മക്കളെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ക്ലാസ്സിലെ ഒരു മൊത്തം കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. 2-ലധികം ആളുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുക. എന്ത് പറയും? ഹും എന്ന് പറയും, എന്ന് പറയും അല്ലെ? ഓക്കെ. അപ്പൊ ഞാനൊരു 4 കുട്ടികളെ കുറിച്ച് പറയാട്ടോ. എന്റെ കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ അയൽവാസി കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ആയിക്കോട്ടെ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവർ വളരെ വികൃതിയാണ്. ആ കുട്ടികൾ വളരെ വികൃതികളാണ്. എങ്ങനെ പറയാ? ആ കുട്ടികൾ വളരെ വികൃതികളാണ്. ശ്രദ്ധിക്കണേ, ആ കുട്ടികൾ വളരെ വികൃതികളാണ്. അവര് മടിയന്മാരാണ്. അവര് വേറെന്താ പറ്റി പറയാ? അങ്ങനെ 1-2 വാക്കുകളൊന്ന് പറഞ്ഞു നോക്കിയേ. ആ കുട്ടികൾ വളരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വികൃതിക്ക് എന്താ നമ്മൾ പറയാ? വികൃതി കാട്ടുന്ന കുട്ടികളെ കുട്ടി മുഷാഖിസ്. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. അത് ഓർമ്മയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായി. ഒരാൾക്ക് ഓർമ്മയുണ്ട്, ബാക്കിയുള്ളവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. അപ്പൊ ആ കുട്ടികൾ, കുറെ കുട്ടികൾ ഉണ്ട്. ആ കുട്ടികളെ കുറിച്ച്, ആ കുട്ടികൾ ഭയങ്കര വികൃതികളാണ്. എങ്ങനെ പറയാ? നമ്മൾ ഉലായിക്ക, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക. ആ കുട്ടികൾ, ഉലായിക്കൽ ഔലാദ്.
അല്ലെ? ഓക്കെ. നമ്മൾ പറഞ്ഞ നമ്മളെ മുന്നിലുള്ള കുറച്ച് മുന്നിലുള്ള കുറച്ച് കുട്ടികൾ ഈ കുട്ടികൾ എന്ന് സൂചിച്ച് പറയൽ എങ്ങനെയാണ്? ഹൗലായി ലൗലാദു എന്ന് പറയാ. ഹൗലായി തലബ, ഹൗലായി ലൗലാദു ഔലാദു. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹൗലായി ലൗലാദു, ഈ കുട്ടികൾ എന്ന് പറയാം. ഹൗലായി തൊലബ, വിദ്യാർത്ഥികളാകുമ്പോ ഈ വിദ്യാർത്ഥികൾ എന്നർത്ഥത്തിൽ ഈ കുട്ടികൾ എന്ന് പറയാൻ വേണ്ടി ഹൗലായി തൊലബ എന്ന് പറയാം. ആ നമ്മൾ വേറെ കുറച്ച് ദൂരമുള്ള കുറച്ച് കുട്ടികളെ പറ്റി പറയണത് ഉലായിക്കൽ ഔലാദ്, ഉലായിക്കൽ ഔലാദ്. ഇനി പറഞ്ഞോളൂ. ഉലായിക്കൽ ഔലാദ് അവർ വളരെ വികൃതികളാണ്. ഉലായിക്കൽ ഔലാദു മുശാക്കിസൂൻ. മുഷാക്കിസൂൻ, ഉലായിക്കൽ ഔലാദ് മുഷാക്കിസൂൻ. ആ കുട്ടികൾ ഭയങ്കര വികൃതികളാണ്. അവര് മടിയന്മാരാണ്. മടിയന്മാര് എന്നുള്ളത് കസൂല ഉലായിക്കൽ കസൂലാൻ. കസൂല് അല്ലെങ്കിൽ കസ്ലാൻ, ഇത് രണ്ടിന്റെയും ജം ആണ് അവിടെ ഉപയോഗിക്കേണ്ടില്ല. ജം ഉപയോഗിക്കുന്നത് കുസാല, കസൂലൂനല്ല കുസാല എന്നാ പറയാം. കുസാല എന്ന് അള്ളാഹു തആല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടല്ല. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല എന്ന് കാണുന്ന കുസാല മടിയന്മാരായിട്ട് കുസാല എന്ന് പറയാ. അപ്പൊ അവര് മടിയന്മാരാണ്. കുസാല. കുസാല. പക്ഷെ നമ്മളിവിടെ പിന്നെ പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. കുറെ പെൺകുട്ടികളെ കുറിച്ചാണ് പറയേണ്ടത്. അവര് ഭയങ്കര പിന്നെ വികൃതികളാണ്, പറയാൻ കേൾക്കാത്ത വികൃതികളാണ്. അവര് ഭയങ്കര മടിച്ചികളാണ് എന്ന് പറയണം. അതെങ്ങനെ പറയാം? നമ്മള് ഫസ്റ്റ് ഇത് പറയും. ആ വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ ആ കുട്ടികൾ, ആ പെൺകുട്ടികളെ കുറിച്ചാണ്. ആ പെൺകുട്ടികൾ അവര് വളരെ വികൃതികളാണ്. ഉലായിക്ക അവിടെ ഒരേപോലെ തന്നെ ആ വിദ്യാർത്ഥിനികൾ ഭയങ്കര പിന്നെ എന്താ പറയാ പിന്നെ വികൃതികളായ കുട്ടികളാണ്. അവര് പിന്നെ എന്താ പറയാ പിന്നെ വേറെന്താ ഞാൻ അവരെ പറ്റി പറയാം? അവര് ഭയങ്കര മടിച്ചികളാണ്. ആയിക്കോട്ടെ, അവര് ഭയങ്കര മടിച്ചികളാണ്. എങ്ങനെ പറയാ? അത് ഇവരെ കുറിച്ചാണ് ഇവര് പറയുന്നത് സാധാരണ. ഓക്കെ. ഇനി അപ്പൊ നമ്മള് ഹിയ ഹുമ ഹുന്ന ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇങ്ങനെ നമ്മൾ എന്താക്കണം വെച്ചാല് ഇനി നമ്മൾ ഇങ്ങനെ കുറെ വാക്കുകൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം നേരം ഉൾക്കൊള്ളം പറഞ്ഞാൽ തീരൂല. നമ്മൾ അങ്ങനെ കുറെ പറഞ്ഞു നോക്കണം. ഇനി നമ്മൾ അവിടുന്ന് വിട്ട് നമ്മൾ നേരെ അന്ത, അന്തുമ, അന്തും ഇത് മൂന്നും ഇനി നമുക്ക് കുറച്ച് സമയം ബാക്കിയുള്ളെങ്കിലും ആ സമയത്തിനടുത്ത് പെട്ടെന്ന് പറയണം. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ പെട്ടെന്ന് അതും കൂടെ നമുക്ക് പറഞ്ഞു തീർക്കണം. നമ്മളെ സമയം കുറെ പോയി പോകും. പെട്ടെന്ന് പറയാം. അന്ത എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. ഒരാളോട് നേരിട്ട് പറയാൻ വേണ്ടി പറയാം. നീ ആള് ഇപ്പൊ എന്താ പറയാ, ഒരാളെ പറ്റി മൂത്തേക്ക് പറയാ നീ ഒരു വളരെ മിടുക്കനാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നീ ഒരു ആളൊരു ഭയങ്കര എന്താ പറയാ ചാലാക്കാന്ന് പറയില്ല നമ്മളെ മലയാളത്തിൽ. ഇപ്പൊ എന്താ പറയാ, ആള് ഭയങ്കര അന്ത്യല്ല, ഒരാണിനോട് നമ്മള് പറയണം നീ ആള് ഭയങ്കര ചാലാക്ക് എന്ന് എങ്ങനെ പറയാ മലയാളത്തിൽ? എന്താ പറയാ മലയാളത്തില്? ഒരു ഭയങ്കര പിന്നെ തന്ത്രശാലിയാണ്. ഭയങ്കര ഒരു പിന്നെ ഐഡിയ കൂടെ കാര്യങ്ങൾ അതിന് പറയാ ദാഹിയത്ത് എന്ന് പറയാം. ദാഹിയത്ത് എന്ന് അറബി പറയാം. അതായത് പിന്നെ ചതിയനല്ല, ചതിയൻക്ക് മാക്കിർ എന്നൊക്കെ പറയാം. മാക്കിർ, ഹായിനി എന്നൊക്കെ പറയും. ഇത് ചതിയനല്ല. ഒരാളുണ്ട്, ആള് ഭയങ്കര സ്മാർട്ടായിട്ട് പിന്നെ ആളുകളെ ഒന്ന് ഇതാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കഴിച്ചാക്കി കിടക്കുന്ന ചില ആളുകളുണ്ടല്ലോ. ഭയങ്കര ബുദ്ധിശാലി, ബുദ്ധിപൂർവം കാര്യങ്ങളൊക്കെ എന്താക്കും ഒരു കണ്ണിങ് ആയിട്ടുള്ള ആള്, ഒരു വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരാള്, ഭയങ്കര തന്ത്രശാലിയായ സൂത്രശാലിയായ ആള്. അത് പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ അതിനെപ്പറ്റി ദാഹിയത്ത് എന്നാണ് അറബി പറയാം. ദാഹിയത്ത്, ദാല്, സാധാ പരിപ്പിന്റെ ദാല്, ദാലല്ല, പുള്ളിയും കുത്തുന്നത് വേണ്ട, പുള്ളിയില്ലാത്ത സാധാരണ ദാല്. പിന്നെ ഹാ, നമ്മുടെ തലീക്കെട്ടിന്റെ ഹാ ഉണ്ടല്ലോ, ആ ഒരു പിന്നെ പൊറാട്ട ചുറ്റിച്ചവർക്കുള്ള അല്ല, ദാഹിയത്ത്. ആണിനെ പറ്റി പറയുമ്പോഴും ദാഹിയത്ത് എന്നാ പറയാ. അത് പെണ്ണാണെന്ന് വിചാരിക്കണം, ദാഹിയത്ത് എന്നാ പറയാ.
നീ ഭയങ്കര ഒരു ദാഹിയത്ത, നീ ഒരു ഭയങ്കര ചാലാക്ക് തന്നെയാണ്. എങ്ങനെ പറയാ, നമ്മൾ സാധാരണ അതിന് അറബിയും ഉറുദും മാത്രം ഉപയോഗിച്ച് ശീലം, മലയാളം കൊണ്ട് ഒരു ഇല്ല. ചാലാക്ക് എന്ന് പറയുന്നത് സാധാരണ നീ ആള് ഭയങ്കര ചാലാക്കാണ്. എങ്ങനെ പറയും? അന്ത അന്ത ദാഹിയത്തുൻ കബീറ, അന്ത ദാഹിയത്തുൻ കബീറ, അന്ത ദാഹിയത്തുൻ അലീമ. നീ ഭയങ്കര സൂത്രശാലിയാണ്, ഭയങ്കര ആള് ഭയങ്കര മിടുക്കനാണ് എന്ന് പറയാം. പിന്നെയോ എന്നിട്ട് വേറെ അവനോട് എന്താ പറയുക, വേറെ എന്തൊക്കെ പറയാം? അവൻ നീ എന്നുള്ള ോട് നീ ആള് നല്ല ബുദ്ധിമാനാണ്. അന്ത ദകിയ്യുൻ, നിങ്ങൾ എന്റെ കൂടെ അല്ലേ? അൻത ആഖിലുൻ, അന്ത ആഖിലുൻ എന്ന് പറയാ, പ്രശ്നമില്ല. അന്ത ആഖിലുൻ എന്ന് പറയാ. ആഖിലുൻ എന്നതിനേക്കാളും കൂടെ ദക്കി എന്നൊക്കെ പറയണം. ഈ ബുദ്ധിമാൻ എന്നുള്ള അർത്ഥത്തില് ആഖിലുൻ എന്നുള്ള വാക്ക് നമ്മൾ പൊതുവെ രണ്ടർത്ഥത്തിലാണ് ആഖിൽ എന്നുള്ള വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഈ അഖിലബന്ധ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കില്ല എന്നല്ല, കൂടുതൽ ഉപയോഗിക്കുക ആള് പിന്നെ മനുഷ്യൻ, ഒരു മനുഷ്യന്മാര് എന്നുള്ള അർത്ഥത്തിൽ ആഖിൽ ഉപയോഗിക്കും. മനുഷ്യന്മാർ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അഹ്വിലൊക്കെ ചില ഗ്രാമറൊക്കെ പഠിച്ച സമയത്ത് ആഖിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ മനുഷ്യന്മാര് എന്നുള്ള അർത്ഥത്തിൽ. അത് നമുക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. ചില സമയത്ത് നമ്മളെ ഫിഖ്ഹിലൊക്കെ ചില സമയത്ത് ആഖിൽ എന്നുള്ള വാക്ക് പറഞ്ഞാല് ബുദ്ധിയുള്ള ആൾക്ക് നിസ്കാരം നിർബന്ധമാവാൻ ബുദ്ധിയും ശുദ്ധിയുമാണല്ലോ. നല്ല ബുദ്ധി ഉണ്ടെങ്കിലേ നിസ്കാരം നിർബന്ധമാവുള്ളൂ എന്ന് വെച്ചാല് നമ്മൾക്ക് പലർക്കും നിസ്കാരം നിർബന്ധമില്ല എന്ന് വാദിക്കാൻ പറ്റും. അപ്പൊ അവിടെ ബുദ്ധിന്റെ വേന പിരാന്തില്ലാത്ത ആള് എന്ന് അർത്ഥമുള്ളൂ. അപ്പൊ ആ ഒരു പിരാന്തില്ലാത്ത ആള് എന്ന അർത്ഥത്തിൽ ചിലപ്പോൾ ആക്ടിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. മനുഷ്യന്മാർ എന്ന അർത്ഥത്തിൽ ആക്ടിൽ ഉപയോഗിക്കാറുണ്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ച്. നല്ല ബുദ്ധിയുള്ള ആള് എന്ന അർത്ഥത്തിൽ ആക്ടിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കൂടുതലും ഈ ബുദ്ധിയുള്ള ആള് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുക ദക്കിയ് ജമ്മായിട്ട് അതുക്കിയ. ഒരു മിനിറ്റ് കേട്ടോ, വരാം. ഒറ്റ മിനിറ്റ്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികള്. വരും അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ LMSന്റെ ക്ലാസ് റൂമിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോമിന്റെ ലിങ്ക് ഒന്നുകൂടി വിട്ടിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാത്ത ആളുകൾ എല്ലാവരും അതൊന്ന് ഫില്ല് ചെയ്യുക, മറക്കരുത്. കാരണം അത് വെച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ എക്സസൈസിന്റെയും ചർച്ചകളുടെ ഗ്രൂപ്പ് ഇരിക്കാനൊക്കെ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ അതിൽ നേരത്തെ നിങ്ങൾ ചില ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ ചില വിഷയങ്ങൾ കാണിക്കണം എന്നൊക്കെ, എഴുതി കാണിക്കണം എന്നൊക്കെ. അത് ഇൻഷാ അല്ലാഹ് മിക്കവാറും സെക്കൻഡ് ലെവൽ മുതൽ നമ്മുടെ PDF ഫയൽ തന്നെ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ പരിഗണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഫോമിൽ അഭിപ്രായപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. അപ്പൊ എല്ലാവരും ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ഇടയ്ക്ക് ഉറപ്പെടുത്തുക. 2 മിനിറ്റ്. നമ്മുടെ മീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സിനെ പരിചയപ്പെടുത്തും. നമ്മുടെ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകൾ, അതുപോലെ തന്നെ മറ്റേ PG കോഴ്സുകളൊക്കെ നിലവിൽ ഇപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ മീമിൽ ഓൺലൈനായിട്ട് ലഭ്യമാണ്. നിലവിൽ കോളേജുകളിൽ പോയി പഠിക്കാൻ കഴിയാത്ത, അതിനി പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ ബേജാറാവുന്ന ആളുകൾക്ക് മീമിലൂടെ ഓൺലൈൻ ക്ലാസ്, മറ്റേ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി മീമിലൂടെ അഡ്മിഷൻ എടുത്ത് പഠിക്കാം. യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് നൽകുന്ന ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഓൺലൈൻ ആയിരിക്കും ക്ലാസ്സുകൾ, ഓൺലൈൻ തന്നെയാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പൊ അത്ര സംവിധാനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉണ്ടാവും. വിശദമായിട്ട് നിങ്ങൾക്ക് പിന്നീട് ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് വിഷയങ്ങളൊക്കെ പറഞ്ഞു തരും. ആ സംവിധാനമൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠിച്ചു ഉയരങ്ങളിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ. കണ്ടിന്യൂ ചെയ്തോളൂ. ക്യുക്കായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. പിന്നെ MA അറബിക്കിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഓൺലൈൻ കോഴ്സിൽ? MA അറബിക്കാനുണ്ടോ നോക്കട്ടെ. BA അറബിക്കില്ല, MA ഉണ്ടാവാൻ സാധ്യതയില്ല. മണിപ്പാലിന്റെ ഓൺലൈനിൽ അറബിക്കില്ല, ബാക്കി എല്ലാം ഉണ്ട്, ഇംഗ്ലീഷൊക്കെ ഉണ്ട്. ഒന്നുകൂടെ ഉറപ്പുവരുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്നലെ അതിന്റെ ഒരു സെമിനാർ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ BA അറബിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഒന്നിച്ചുള്ള കോഴ്സാണ്. അത് നോക്കാം ഇൻഷാ അല്ലാഹ്. MA അറബിക് ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. അപ്പൊ ഇനി കുറച്ചും കൂടെ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് നീ എന്ന് പറയാൻ വേണ്ടിട്ട് അന്ത എന്ന് വെച്ചാൽ ആരോടും മുഖത്ത് നോക്കിയിട്ട് നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി നീ അതാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഫിഅലുകൾ പഠിക്കണം, നീ പോയി, നീ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ അന്ത എന്ന വാക്ക് ഉപയോഗിക്കാം.
പിന്നെ ഫിയലുകളുടെ കൂടെ അന്തയും നേരത്തെ പറഞ്ഞ ഹുവയും മൂമിയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇൻഷാല്ലാ ഫിയലുകൾ പറയുന്ന സമയത്തുള്ള പറയും. ഇനി ആവശ്യം ചിലപ്പോൾ ഒരു ശക്തി കൂട്ടി പറയാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ അന്ത ഉപയോഗിച്ച് പറയുകയും ചെയ്യാം. ഓക്കെ. അപ്പോ അതേ സമയത്ത് നീ നീ ബുദ്ധിമാനാണ്, നീ നീ എന്താണ്, നീ ഒരു അക്രമിയാണ്, നീ ഒരു ആക്റ്റീവ്, വളരെ ആക്റ്റീവാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ അന്ത എന്ന വാക്ക് ഉപയോഗിച്ചാൽ പറയാം. അന്ത ഉദാഹരണം പറഞ്ഞോളൂ. നീ വളരെ ആക്റ്റീവാണ്, എങ്ങനെ പറയാ? ആരെങ്കിലും ഒരാൾ പറയും. നീ വളരെ ആക്റ്റീവാണ്. അൻത നഷീത്തുൻ. അന്ത നഷീത്തുൻ ജിദ്ദൻ എന്ന് പറയാം. അന്ത നഷീത്തുൻ ജിദ്ദൻ, നീ വളരെ ആക്റ്റീവാണ്, നീ വളരെ ആക്റ്റീവാണ്. നീ പിന്നെ നീ നല്ലൊരു റീഡറാണ്, നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ നീ നല്ല അന്ത ഖാരിഉൻ ജിദ്ദൻ, അന്ത ഖാരിഉൻ എന്ന് പറയാം. അന്ത ഖാരിഉൻ എന്ന് പറയാം. അതുപോലെ തന്നെ നീ നല്ലൊരു ഡ്രൈവറാണ്, എങ്ങനെ പറയാ? أنت سائق جدا. അന്ത സായിഖ്. ജിദ്ദൻ എന്നല്ല, വളരെ എന്നാണ് ജിദ്ദൻ എന്ന് പറയാൻ. നല്ല എന്ന് പറയുന്നത് അന്ത സായിഖുൻ ജയ്യിദുൻ. ഡ്രൈവർക്ക് എന്താ പറയാ? സായിഖ് സീന് അലിഫ് അംസ് ഖാഫ്. സായിഖ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. സായിഖ് എന്ന് പറയാറുണ്ട്, സവ്വാക്ക് എന്നും പറയാറുണ്ട്. സവ്വാക്ക് എന്ന് പറഞ്ഞാല് ഈ ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു ജോലിയായി സ്വീകരിച്ചുള്ള ആൾക്ക് സവ്വാക്ക് എന്നാണ് പറയാം. അതേ സമയത്ത് ഇപ്പോ നമ്മളൊക്കെ വേറെ ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഉസ്താമാരോ വേറെ മാഷന്മാരോ അങ്ങനത്തെ ആളുകളൊക്കെ സെന്ററിൽ ചിലപ്പം അവരവരുടെ ആവശ്യത്തിന് വേണ്ടി വണ്ടി ഓടിച്ചു പോകുന്നുണ്ടാവും. അവരെ കുറിച്ച് നമ്മൾ സായിഖ് എന്ന് പറയാം, ഡ്രൈവർ എന്ന് മാത്രമുണ്ട്. സായിഖ് എന്ന് പറഞ്ഞാൽ മതി. അതേ സമയത്ത് ഒരു ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആളെ പറ്റി നമ്മൾ സായിഖ് എന്നല്ല പറയാം, നമുക്ക് സവ്വാക്ക് എന്ന് പറയാം. എങ്ങനെ ചോദിക്കുന്ന ആള് ഫുള്ളായിട്ട് ചോദിക്കണം. അതെ, പുള്ളിയുള്ള കാഫ്. അവളുടെ ഫാഇന്റെ മുകളിൽ ഒരു പുള്ളിയും കൂടെ കൂട്ടിയിട്ട് കൊടുത്ത് ഫാഇന്റെ മുകളിൽ പുള്ളിയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണേ. ഓക്കെ. ടാക്സി ഡ്രൈവർമാരൊക്കെ അതൊക്കെ ആവും അല്ലെ, സവ്വാക്കുന്ന. അതെ. ഗൾഫിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ സായിഖ് എന്നുള്ള പറയും. പലപ്പോഴും സവ്വാക്ക് അവിടുത്തെ സവ്വാക്ക എന്ന് പറയും. സവ്വാക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആൾക്ക് സവ്വാക്ക് എന്ന് പറയാം. ഓക്കെ. നീ സവ്വാക്കാണ്. ഓക്കെ. നീ ഒരാളോട് നമ്മൾ പറയാണ്. അതേ സമയത്ത് ഇത് പെണ്ണിനോടാണ്. നീ എന്നുള്ള വാക്കുകൾ പെണ്ണിനോട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പറയാം? നേരത്തെ നീ വളരെ സുന്ദരിയാണ്, നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ. അതെങ്ങനെ? അതെ. ഇനി ഒരുത്തൻ വളരെ നന്നായിട്ട് എന്താണ് ഫുഡൊക്കെ പാകം ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയാം നീ വളരെ നല്ലൊരു കുക്കാണ് എന്ന് പറയാം. നല്ലൊരു കുക്കാണ്, എങ്ങനെ പറയാം? എന്നാ പറയാ? അത് പെണ്ണാകുമ്പോ തൊബ്ബാഖത്തുൻ എന്ന് പറയും. എന്താണ് സ്പെല്ലിങ്? പുള്ളി ഒഴിവാക്കിയ താത്താ താല ബാഇന്റെ മുകളിൽ പുള്ളിയിട്ട് 2 പുള്ളിയിട്ട താ അല്ല, ലാഇന്റെ പുള്ളി ഒഴിവാക്കിയിട്ടുള്ള ത്വാ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നൊക്കെ പറഞ്ഞാൽ ത്വാ ഉണ്ടല്ലോ, സിറാത്വ മുസ്തഖീമിനല്ല. അലിഫ് ഖാ എന്ന് പറഞ്ഞാൽ ജീമിന്റെ പുള്ളി അടിയിൽ നിന്നെടുത്ത് മുകളിലിട്ട് തൊബ്ബാഖ്. ഓക്കെ. പെണ്ണാവുമ്പോ തൊബ്ബാഖ് എന്ന് പറയുന്നു, ഒരാളാവുമ്പോ തൊബ്ബാഖ് എന്ന് പറയും. അതുപോലെ തന്നെ പിന്നെന്താ പറയാ, പെണ്ണാവുമ്പോ തൊബ്ബാഖത്ത് എന്ന് പറയും, ആണാവുമ്പോ തൊബ്ബാഖ് എന്നും പറയും. ഓക്കെ. ഇനി നമ്മൾ പെണ്ണിനോട് പറയുകയാണെങ്കിൽ നീ വളരെ നല്ല ഒരു കുക്കാണ്, നല്ല എക്സ്പെർട്ട് ആയ ഒരു കുക്കാണ് എന്നെങ്ങനെ പറയാം? പിന്നെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള എന്നെങ്ങനെയാ പറയാ? എക്സ്പേർട്ട്. മാഹിറുൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ നീ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കുക്കാണ്, എങ്ങനെ പറയാ ഒരു പെണ്ണിനോട്? അയ്യോ, അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ലക്കി. അൻതി തബ്ബാഖത്തുൻ മാഹിറത്തുൻ. അൻതി തബ്ബാഖത്തുൻ മാഹിറത്തുൻ എന്ന് പറയാം. ഇനി നമ്മൾ 2 ആളുകളോടാ പറഞ്ഞത്. 2 ആണുങ്ങളോടോ 2 പെണ്ണുങ്ങളോ
ഈ തെസ്നിയ പലപ്പോഴും ഒരേപോലെ തന്നെയാണ് വരിക. മുദക്കറിനും മുഅന്നത്തിനും രണ്ടും ഒരേപോലെ തന്നെ വരിക. അപ്പൊ നിങ്ങൾ രണ്ടാളും നല്ല കുക്കാണ്, നിങ്ങൾ രണ്ടാളും നല്ല അൻതുമാ സ്വബാഹത്താനി മാഹിറത്താനി. പെണ്ണുങ്ങളോടാണ് പെണ്ണെങ്കിൽ പറയണമെങ്കിൽ നമുക്ക് എന്താ പറയാം, അന്തുമാ തൊബാഹത്താനി മാഹിറത്താനി. ആണിനോടാണെങ്കിലോ ത്വബാഖത്ത് എന്ന് പറയുമ്പോ മുദക്കറാണെങ്കിൽ താവാണ്. ആരോ ഒരാൾ എന്തോ ചോദിച്ചോ, എന്തോ താവ് വേണോ എന്നിട്ട് ചോദിച്ചല്ലോ, എന്താ ചോദിച്ചത്? മുദക്കറാകുമ്പോ താവ് വേണോ എന്നാണ് ചോദിച്ചത്. മുദക്കറാണെങ്കിൽ ത്വബാഖാനി. അന്തുമാ തൊബാഖാനി, അന്തുമാ തൊബാഖാനി മാഹിറാനി, അവിടെ താവ് വേണ്ട. അതേ സമയത്ത് മുഅന്നസ് ആകുമ്പോ അന്തുമക്ക് മാറ്റം വരില്ല, അന്തുമാ തൊബാഖാനി തൊബാഖത്താനി മാഹിറത്താനി എന്ന് പറയാം. നിങ്ങൾ രണ്ടാളും ഒരാളോട് പറയാണ്, നിങ്ങൾ രണ്ടാളും നല്ല ഒരു രണ്ടാണുങ്ങളോട് അവള് പറയും കേട്ടോ, നിങ്ങൾ രണ്ടാളും നല്ല പിന്നെ കഴിവുറ്റ നല്ല കഴിവുള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾ രണ്ടാളും. കഴിവുറ്റ കദീർ എന്നല്ല പറയാം, കദീർ കാഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാഫ്, കാഫ് സാദാ ദാല് പുള്ളില്ലാത്ത ദാല് യാ കദീർ. അൻതുമാ മുഅല്ലിമാനി ഖദീറാനി. മുഅല്ലിമാനി ഖദീറാനി. ഞാൻ അത് പെണ്ണുങ്ങളോടാണ് പറഞ്ഞെങ്കിലോ മുഅല്ലിമത്താനി ഖദീമത്താനി. ഖദീമത്താനി പറഞ്ഞാൽ പഴയ അർത്ഥം വരിക. അന്തുമാ മുഅല്ലിമത്താനി ഖദീറത്താനി. നിങ്ങൾ നല്ല കഴിവുറ്റ നല്ല കഴിവുള്ള ടീച്ചേഴ്സാണ്, നല്ല കഴിവുള്ള ടീച്ചേഴ്സാണ്, എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നടത്തും. ഓക്കെ. ഇനി ഇതേ വാക്ക് നമുക്ക് ഒന്നിലധികം ആളുകളോട് പറയുമ്പോൾ എങ്ങനെ പറയും? നിങ്ങൾ കുറെ ആളുകൾ നമ്മുടെ മുന്നിൽ, എന്റെ മുന്നിൽ കുറെ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ മുന്നിൽ അന്തും എന്ന് പറയാം. ആണുങ്ങൾ വാടാകുമ്പോ അങ്ങനെ പറയാം, പെണ്ണുങ്ങളോടാകുമ്പോഴോ അന്തുന്ന എന്നും പറയാം. ഇനി ആണും പെണ്ണുങ്ങളും ഒക്കെ പാടെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ പലരും ആണുങ്ങളുണ്ട്, പലരും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അന്തും അവിടെ അന്തും തന്നെ പറഞ്ഞത്, കാരണം ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകുമ്പോ മൊത്തത്തിൽ ഇപ്പൊ ഖുർആനിലൊക്കെ പലപ്പോഴും അന്തും എന്നൊക്കെ വാക്കൊക്കെ ഉപയോഗിച്ചുള്ള ആണുങ്ങളോട് എന്തോ. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളുള്ള സന്ദർഭത്തിലും ആണുങ്ങളും നിബ്രാസ് എന്ന ഐഡിയ ഒന്നുകിൽ ചോദിക്കാൻ വേണ്ടിയാണെങ്കിൽ മാത്രം പിന്നെ അൺമ്യൂട്ട് ആക്കുക, അല്ലാത്ത സമയത്ത് മ്യൂട്ടാക്കി ഉപയോഗിക്കുക. നിങ്ങൾ എന്തോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അവർക്ക് എന്തോ ചോദിക്കാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവര് ചോദിക്കാൻ അവസരം ഉണ്ടാണേ. ഓണാക്കാം. പിന്നെ അപ്പൊ നമ്മൾ സമയം ശേഷം തീർന്നിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾ എന്ന് പറയാൻ വേണ്ടി ആണുങ്ങളോടാകുമ്പോ അന്തും എന്ന് പറയാം. ആണുങ്ങളും പെണ്ണുങ്ങളോടാണ് സമയത്ത് നമ്മൾ അന്തും എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. പെണ്ണുങ്ങൾ മാത്രമാകുമ്പോ നമുക്ക് എന്താക്കാം, ഇനി എണ്ണി നോക്കി തിട്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ ഒരു സദസ്സിലേക്ക് ചെന്ന് അവിടെ പെണ്ണുങ്ങന്മാരാണ് കൂടുതലുള്ളത്, ആണുങ്ങളൊന്നൊരു ഭാഗത്ത് നമ്മള് അഭിസംബോധന ചെയ്യുന്നത് സ്ത്രീകളോടാണ് അഭിസംബോധന. നിന്റെ ആണുങ്ങൾ അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് അവിടെ ആണുങ്ങൾ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തുന്നാന്നല്ല പറഞ്ഞ അത് എണ്ണവും കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിയിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നർത്ഥം. ഓക്കെ. അപ്പൊ പൊതുവെ നിങ്ങൾ എന്ന് പറയാൻ വേണ്ടി അന്തും എന്ന് പറയാം, പെണ്ണുങ്ങളോടാവുമ്പോ അന്തുന്ന എന്ന് പറയാം. നിങ്ങൾ വളരെ എന്താ പറയാ, നിങ്ങൾ വളരെ നല്ല, എല്ലാം നല്ലതും മാത്രം പറയണ്ട, വേറെന്തെങ്കിലും വാക്ക് ഉപയോഗിക്കാം. നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്, അങ്ങനെ പറയാ. നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ വേണ്ട, നമ്മൾ തൊയ്യബാത്തല്ല നല്ലവരും അതിന്റെ അർത്ഥം. ഓക്കെ. നല്ല വാക്കിന്റെ പേരിൽ പറഞ്ഞായിരിക്കും അല്ലെ. ഓക്കെ. തൊയ്യബാത്ത് എന്ന് പറഞ്ഞാല് തൊയ്യബാത്ത് എന്നൊക്കെ പറഞ്ഞാല് നല്ലത് തന്നെയാണ് അർത്ഥം. പക്ഷെ അത് ഈ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നല്ലതല്ല. നല്ല വിദ്യാർത്ഥി, നല്ല പിന്നെ ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോ അവിടെ തൊയ്യബ് എന്നല്ല പറയാ. അവിടെ നല്ലതെന്ന് പറഞ്ഞാൽ ആ ഡ്രൈവിംഗിൽ വിഷയത്തിൽ ഓക്കെയാന്ന് അർത്ഥമുള്ളൂ. തൊയ്യബ് എന്ന് പറഞ്ഞാൽ ആള് വളരെ വളരെ നല്ല മാന്യനായ നല്ലൊരു മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യന്മാർക്കാണ് തൊയ്യബ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നിങ്ങളൊക്കെ നമ്മൾ പറയാം, നിങ്ങളൊക്കെ എന്താണ്, നിങ്ങളൊക്കെ വെറും പിന്നെ എല്ലാവരും മൊത്തത്തിൽ നല്ല തന്നെ പറയണ്ട, നിങ്ങളൊക്കെ വെറും മണ്ടന്മാരാണ് എന്ന് പറയണം ഒരാളോട്, കുറച്ച് ആൾക്കാരോട് നിങ്ങൾ വെറും മണ്ടന്മാരാണ്. എങ്ങനെ പറയാ? മണ്ടന്മാർക്ക് എന്ന് പറയാ സഫീഹ് എന്നാണ് മണ്ടൻ എന്ന ഒറ്റ വാക്കി പറയാ.
ജമ്മാവുമ്പോ സുഫഹാ കാല സുഫഹാ ഖുർആന് ഒന്നാമത്തെ ജുസ് തന്നെ തുടങ്ങുന്ന രണ്ടാമത്തെ ജുസ് തുടങ്ങുന്ന അങ്ങനെയല്ലേ സേഖുലു സുഫഹ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങണേ. മണ്ടന്മാര് പറയും പൊട്ടന്മാര് പറയും. അപ്പൊ നിങ്ങളൊക്കെ വെറും മണ്ടന്മാരാണെന്ന് എങ്ങനെ പറയാ? അപ്പൊ അങ്ങനെ പറയേണ്ടി വരുമല്ലോ ചിലപ്പോ. നിങ്ങളോട് പറയാൻ പറ്റില്ലെങ്കിലും ബാക്കിയുള്ളവർ ചിലപ്പോൾ പറയേണ്ടി വരുമല്ലോ. അന്തും മഗ്ദിയ അന്തും സുഫഹാ അന്തും ജുഹലാ എന്ന് പറയും. ജാഹിലി എന്നതിന്റെ ജമായിട്ട് ജുഹലാ അന്തും ജുഹലാ നിങ്ങളും വെറും പൊട്ടന്മാരാണ്. നിങ്ങളൊക്കെ വളരെ നല്ല പണ്ഡിതന്മാരാണ്. എങ്ങനെ പറയാ? നിങ്ങളൊക്കെ പണ്ഡിതന്മാരാണ്. ഇപ്പൊ ഞാനൊരു സദസ്സിനെ അഭിസംബോധന ചെയ്തു. ഇപ്പൊ നമ്മള് ഒരു സദസ്സിനെ അഭിസംബോധന ഞാനൊരു സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും, നിങ്ങളൊക്കെ പണ്ഡിതന്മാരാണല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോ നിങ്ങൾ പണ്ഡിതന്മാരാണ് എന്ന് പറയാൻ വേണ്ടി അന്തും ഉലമ നിങ്ങൾ പണ്ഡിതന്മാരാണ് അല്ലെ. ഞാന് പിന്നെ ഒരു കുറെ എന്റെ തൊഴിലാളികളുടെ അവരോട് പറയാം, നിങ്ങളെല്ലാവരും തൊഴിലാളികളാണ്. എങ്ങനെ പറയാ? തൊഴിലാളി ആലിം എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. തൊഴിലാരാണ്? ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ സംഗതി വളരെ മാറിപ്പോ. ഒന്ന് പിന്നെ ആമില് എന്ന് പറഞ്ഞത് തൊഴിലാളിയാണ്. ആലിമു എന്ന് പറഞ്ഞാല് പണ്ഡിതൻ, വിവരസ്ഥൻ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, അന്തും ആലിമൂൻ അന്തും ആലിമൂൻ. ഇനി പെണ്ണുങ്ങന്മാരോട് സ്ത്രീകളോട് കുറെ സ്ത്രീകളുണ്ട്, അവരുടെ പെണ്ണ് നിങ്ങളൊക്കെ വളരെ പണ്ഡിതകളാണ്. ആലിമൂൻ ആലിമൂൻ എന്ന് പറയാം, ഉലമാ എന്നും പറയാം, രണ്ടും പറയാം. ആലിമൂൻ എന്നും പറയാം. അത് ആമിലൂൻ നിങ്ങൾ നാദാപുരത്തുള്ള ആളാണോ? ആമിലൂൻ അല്ലേന്ന് ചോദിച്ചാല് ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഏരിയയിലുള്ള ഒരു സ്ലാങ് തോന്നിയാലും ചോദിച്ചാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല, ചോദിച്ചോളൂ, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. പിന്നെ എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ആലിമൂന എന്ന് പറയുന്നതും ആലിമൂന എന്നും പറയാ, ഉലമാ കൂടുതൽ ഉലമാ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അതേ സമയത്ത് തൊഴിലാളികൾ എന്ന് പറയാൻ വേണ്ടി ആമിലൂന അന്തും ആമിലൂൻ നിങ്ങൾ തൊഴിലാളികളാണ്. ഇനി അതേ സമയത്ത് കുറെ തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്, ഓരൊക്കെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടി ചിലപ്പോൾ നിങ്ങളൊക്കെ തൊഴിലാളികളാണ് എന്ന് അറബി പറഞ്ഞു കൊടുക്കേണ്ടി വരും ചിലപ്പോ. എങ്ങനെ പറയാ? അല്ലേ അന്തുനാമിനാത്ത്. ഇൻഷാ അല്ലാഹ് ഞാന് നിങ്ങൾ എന്നുള്ള പോലെ ഞാന് ഞങ്ങൾ എന്നുള്ള വാക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പഠിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ഇപ്പൊ? അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കുറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ആലിം, പണ്ഡിതൻ, അവൻ, ഇവൻ, ഇങ്ങനത്തെ കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവന് പണ്ഡിതനാണ്, ഇവൻ പണ്ഡിതന്മാരാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് ഒന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ടില്ല, എന്നാലും ഒന്ന് പറഞ്ഞു വെക്കുക കേട്ടോ. ഒന്ന് അറബിയിൽ കുറെ വാക്കുകൾ അങ്ങനെ ഒന്ന് എഴുതി ഒന്ന് തയ്യാറാക്കി നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നിർത്തല്ലേ? ഏകദേശം 10:30 ആയിക്കോട്ടെ. ഒരാളെന്നെ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അടുത്ത ക്ലാസ്സിൽ നേരത്തെ ഒരു 9:05 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. പരമാവധി എല്ലാവരും നേരത്തെ തന്നെ ജോയിൻ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.